Member of Parliament for Alleppey, Shri C.K. Sadashivan, MLA for Kayangulam, Shri Arif, MLA for Arur, District Panchayat President R. Nazir, Municipal Chairman P.P. Superintendent, we call you confidence. മാന്യ ശ്രോതാക്കൾക്ക് പ്രേക്ഷകർക്ക് നമസ്കാരം. 56ാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാശിയേറിയ മനോഹരമായ ജലമേളയിലേക്ക് ബഹുമാനപ്പെട്ട കേരളത്തിലെയും ഇന്ത്യയിലെയും ദേശാന്തരങ്ങളിലുമുള്ള എല്ലാ ബഹുമാനപ്പെട്ട ടെലിവിഷൻ ദൂരദർശൻ്റെ പ്രേക്ഷകർക്കും സുസ്വാഗതം. 56 വർഷമായി 56ാമത് നെഹ്റു ട്രോഫി 1952 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് ആരംഭിച്ച തിരുക്കൊച്ചിയുടെ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലെ തനതായ സവിശേഷതയ്ക്ക് വേണ്ടിയുള്ള ആ മഹത്തായ മത്സരത്തിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ്. അല്ലെങ്കിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തെ 2ാം ശനിയാഴ്ച ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്നത് ആ നെഹ്റുവിൻ്റെ കയ്യൊപ്പോട് കൂടിയ ആ വെള്ളിക്കപ്പിന് വേണ്ടിയുള്ള മഹത്തായ ഒരു പോരാട്ടമാണ്. കുട്ടനാട്ടിലെ വിവിധ കരക്കാർ, കുട്ടനാട്ടിലെ എന്ന് പറയുമ്പോൾ അങ്ങ് കൊല്ലത്തിന് ഇപ്പുറം മുതൽ എറണാകുളം വരെ, അല്ലെങ്കിൽ എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, കോട്ടയം മുതലായ 5 ജില്ലകളിൽ പടർന്നു കിടക്കുന്ന ഒരു ജലപ്പരപ്പുകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് കുട്ടനാട് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിശാല കുട്ടനാട് എന്ന അർത്ഥത്തിൽ പറയുമ്പോൾ ഈ 4 അല്ലെങ്കിൽ 5 ജില്ലകളിൽ പടർന്നു കിടക്കുന്ന, സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന മഹത്തായ സംസ്കൃതിയുടെ പാരമ്പര്യം പേറുന്ന, പൈതൃകം പേറുന്ന മഹത്തായ ഒരു ഭൂപ്രദേശമാണ്. ആ ഭൂപ്രദേശത്തിലെ ജലത്തോട് നിരന്തരം ബന്ധപ്പെട്ട് കിടക്കുന്ന ചുണക്കുട്ടന്മാരാണ് അവരുടെ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായി, നിത്യജീവിതത്തിൻ്റെ ഭാഗമായി വള്ളംകളിയെ കാണുമ്പോൾ ഓരോ വർഷവും ക്ഷേത്രങ്ങളുടെ ആചാരത്തോടനുബന്ധിച്ചും ക്ഷേത്രങ്ങളുടെ ഉത്സവത്തോടനുബന്ധിച്ചും വിശിഷ്ട വ്യക്തികളുടെ സന്ദർശനത്തോടനുബന്ധിച്ചും ചുണ്ടൻ വള്ളങ്ങളുടെയും മറ്റ് ചെറുവള്ളങ്ങളുടെയും മേളകൾ വർഷാവർഷം നൂറ്റാണ്ടുകളായി പണ്ടുകാലം മുതലേ നടത്തി വന്നിരുന്നു. അതിൻ്റെ ഓർമ്മ പുതുക്കലാണ്, അതിൻ്റെ ഒരു പാരമ്പര്യം പേറിക്കൊണ്ടാണ് 1952 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിച്ചപ്പോൾ അന്നത്തെ തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായിരുന്ന A.J. ജോൺ നേതൃത്വം കൊടുത്ത ഒരു വള്ളംകളി ഇവിടെ അദ്ദേഹത്തെ കാണിക്കുവാനായിട്ട് അരങ്ങേറിയത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന, ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ളതാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മുതൽ ഏകദേശം 1350 മീറ്റർ ദൈർഘ്യമുള്ള നെട്ടയത്തിലൂടെയാണ് ഈ കളിവള്ളങ്ങൾ പങ്കെടുക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുമ്പോൾ പുന്നമടക്കായൽ ആലപ്പുഴ പട്ടണത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പുന്നമടക്കായലിലാണ്. അവിടെ ഇപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വിശിഷ്ടാതിഥികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരള മന്ത്രി ശ്രീ M. വിജയകുമാർ എത്തി. അദ്ദേഹത്തെ കളക്ടർ ശ്രീ V. K. ബാലകൃഷ്ണൻ മുതലായ ആളുകൾ ചേർന്ന് സ്വീകരിച്ച് കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യമാണ് ഫിനിഷിംഗ് പോയിന്റ്. ഫിനിഷിംഗ് പോയിന്റിലാണ് വിശിഷ്ട വ്യക്തികൾക്കായി പവലിയൻ തയ്യാറാക്കിയിട്ടുള്ളത്. ആ പവലിയനിലാണ്, അല്ലെങ്കിൽ അതിന് മുൻവശത്താണ്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 1350 മീറ്റർ തുഴഞ്ഞു വന്ന് അവിടെ തയ്യാറാക്കിയ ഫിനിഷിംഗ് പോയിന്റിലാണ് ആദ്യം ട്രോഫികൾ നേടുവാൻ വേണ്ടി ചുണ്ടൻ വള്ളങ്ങൾ മുത്തമിടേണ്ടത്. വിശിഷ്ട അതിഥികളിരിക്കുന്ന പന്തലിലെ ദൃശ്യം MLA-മാരായ K.C. വേണുഗോപാൽ മുതലായ ആളുകൾ ഇപ്പോൾ ഉണ്ട്. ഈ വർഷം ബോംബ് ഭീഷണിയൊക്കെ നേരിട്ടിരിക്കുന്ന ഒരവസരത്തിൽ വളരെ സുസജ്ജമായ ഒരു സജ്ജീകരണങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയിട്ടുള്ളത്. എല്ലാ കാഴ്ചക്കാരെയും പ്രത്യേക പരിശോധനയോടുകൂടിയാണ് ഓരോ പവലിയനിലും, പ്രത്യേകിച്ച് വിശിഷ്ടാതിഥികളുടെ പവലിയനിലും ടൂറിസ്റ്റുകളിരിക്കുന്ന പവലിയനിലുമൊക്കെ എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ വാശിയേറിയ ഒരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ
അതിൻ്റെ അവസാനവട്ട മിനുക്കുപണികൾ അങ്ങ് ഫിനിഷിംഗ് പോയിന്റിലെ പവലിയനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1,00,000-ഓളം അധികം കാണികൾ ഈ വർഷത്തെ ജലമേളയ്ക്ക് എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിച്ചിട്ടുള്ളത്. അതിനെ ആ സംഘാടകരുടെ പ്രതീക്ഷയെ സഫലീകരിച്ചുകൊണ്ട് തന്നെ വിശിഷ്ടാതിഥികൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രമന്ത്രി ശ്രീ സുശീൽ കുമാർ ഷിൻഡ, അദ്ദേഹം ആണ് ഈ വർഷത്തെ മുഖ്യാതിഥി. അദ്ദേഹം, അതുപോലെ തന്നെ മന്ത്രി ശ്രീ ജി സുധാകരൻ, ആലപ്പുഴ MP KS മനോജ്, ശ്രീ MP ജയകുമാർ മുതലായ വിശിഷ്ട വ്യക്തികൾ പവലിയനിലുണ്ട്. ചടങ്ങുകളിലെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള ഈശ്വര പ്രാർത്ഥനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തന്നോട് പൊരുതുവാനായി ഒരു നാളും തോന്നിടല്ലേ, പാരാകെ ദിവ്യശാന്തി പകരേണമേ പ്രശാന്തി, പകരേണമാത്മശാന്തി ജഗദീശ്വരന്റെ കാന്തി. Welcome speech by Shri R.K. Kurup, the race coordinator, who is the president of Race Boat ഉദ്ഘാടന Owners ചടങ്ങുകളാണ് Association. ഇപ്പോൾ വിശിഷ്ട അതിഥികളുടെ VIP പവലിയനിൽ നടക്കുന്നത്. ഈ വർഷം കേന്ദ്രമന്ത്രി ശ്രീ സുശീൽ കുമാർ ഷിൻഡെയാണ് മുഖ്യാതിഥി. ഉദ്ഘാടന ചടങ്ങുകൾ ഫിനിഷിംഗ് പോയിന്റിലെ VIP പവലിയനിൽ നടക്കുന്നു. ഒരു വാശിയേറിയ പോരാട്ടത്തിന് മുൻപുള്ള അല്പം ഇടവേളയാണിപ്പോൾ. അത് അല്പ നിമിഷങ്ങൾക്കകം ഹീറ്റ്സുകൾ ആരംഭിക്കും. ഔദ്യോഗികമായി ഈ ചുണ്ടൻ വള്ളങ്ങളുടെയും മറ്റ് വള്ളങ്ങളുടെയും മത്സരം ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി ഈ കളിവള്ളങ്ങളെല്ലാം ഇപ്പോൾ വള്ളംകളിയുടെ പതാക ഉയർത്തൽ ചടങ്ങ് മന്ത്രി ശ്രീ MP ജയകുമാർ നിർവഹിക്കുന്നു. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ പതാക സ്പോർട്സിൻ്റെയും പാർലമെൻ്ററി കാര്യ വകുപ്പിൻ്റെയും മന്ത്രിയായ ശ്രീ MP ജയകുമാർ ഉയർത്തിയതോടുകൂടി ഔദ്യോഗികമായി വള്ളംകളി ആരംഭിക്കുകയാണ്. അതിൻ്റെ ചടങ്ങുകൾ ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ 1350 മീറ്റർ ദൈർഘ്യമുള്ള ട്രാക്കിൽ 4 ട്രാക്കുകളായിട്ടാണ് വള്ളങ്ങൾ മത്സരിക്കുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായി 56ാമത് ജലോത്സവം ഉദ്ഘാടനം ചെയ്യുവാനുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. ആ ചടങ്ങുകൾ വീക്ഷിക്കുവാനായി കളിവള്ളങ്ങളൊക്കെ ഫിനിഷിംഗ് പോയിന്റിൽ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അൻപത്തിയേഴ് കളിവള്ളങ്ങളാണ് ഈ വർഷം നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാനായി അല്ലെങ്കിൽ നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുവാനായി എത്തിയിട്ടുള്ളത്. 57 കളിവള്ളങ്ങളിൽ 54 എണ്ണം മത്സരിക്കുവാൻ വേണ്ടി എത്തിയതാണ്. 3 ചുണ്ടൻ വള്ളങ്ങൾ പ്രദർശന മത്സരത്തിനും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് ഫിനിഷിംഗ് പോയിന്റിലെ ദൃശ്യമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരമായി നിർമ്മിച്ച റോസ് പവലിയനാണ് ഐലൻഡിൽ ഒരു ചെറിയ ദ്വീപ് പോലെ കണ്ടത്. നിരവധി മാധ്യമങ്ങളും ഈ വർഷത്തെ നെഹ്റു ട്രോഫി മുൻവർഷങ്ങളിലെ പോലെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുവാൻ വേണ്ടി നിരവധി മാധ്യമപ്രതിനിധികൾ എത്തിയിട്ടുണ്ട്. ഏകദേശം 3 ലക്ഷത്തോളം കാണികൾ ടെലിവിഷൻ പ്രേക്ഷകരായി ഈ വള്ളംകളിക്ക് ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്ക്. ജില്ലാ കളക്ടറുടെ സ്വാഗത പ്രസംഗം. ആലപ്പുഴ ജില്ലാ കളക്ടർ ചെയർമാനായുള്ള നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയാണ് ഈ വള്ളംകളി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഈ വള്ളംകളിയെ സംബന്ധിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട ചരിത്രമാണുള്ളത്. 1952 പണ്ഡിറ്റ് ജി കേരളം ആലപ്പുഴ സന്ദർശിച്ച സമയം കോട്ടയത്ത് നിന്നും ആലപ്പുഴയിലേക്ക് അദ്ദേഹം ജലഘോഷയാത്രയായി എത്തുകയും അദ്ദേഹത്തിന് അകമ്പടി സേവിച്ച ചുണ്ടൻ വള്ളങ്ങൾ ഒന്നിൽ നടുഭാഗം ചുണ്ടൽ അദ്ദേഹം ആവേശത്തോടുകൂടി ചാടിക്കയറുകയും
അതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം ഒരു ട്രോഫി ഡൽഹിയിൽ ചെന്നതിന് ശേഷം സമ്മാനിക്കുകയും ആ ട്രോഫി വിജയികൾക്ക് ട്രോഫിയായി നൽകിക്കൊണ്ട് തുടർന്ന് നെഹ്റു ട്രോഫി മത്സര വള്ളംകളി സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. മാസങ്ങളോളം നടത്തുന്ന ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഈ വള്ളംകളി സാധ്യമാകുന്നത്. ജനപ്രതിനിധികൾ, ആലപ്പുഴ മുനിസിപ്പാലിറ്റി, ത്രിതല പഞ്ചായത്തുകൾ, വിവിധ വകുപ്പുകൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ അകമഴിഞ്ഞ സഹായ സഹകരണം ഈ വള്ളംകളിക്ക് നൽകി വരുന്നു. വള്ളംകളിയുടെ വിവിധ കാര്യങ്ങൾ NDBR സൊസൈറ്റിയുടെ വിവിധ സബ് കമ്മിറ്റികളാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും ആഗസ്റ്റ് 2-ാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമടക്കായലിൽ നടത്തപ്പെടുക. ഈ വർഷത്തെ കളിക്ക് ആകെ 57 വള്ളങ്ങൾ പങ്കെടുക്കുന്നു എന്നുള്ള സന്തോഷകരമായ കാര്യമാണ്. ഇതിൽ 19 ചുണ്ടൻ വള്ളങ്ങൾ, 9 വെപ്പ് A ഗ്രേഡ്, 5 വെപ്പ് B ഗ്രേഡ് വള്ളം, ഇരുട്ടുകുത്തി A ഗ്രേഡിൽ 5 വള്ളം, ഇരുട്ടുകുത്തി B ഗ്രേഡിൽ 12 വള്ളം, ചുരുളൻ വിഭാഗത്തിൽ 4 വള്ളം, സ്ത്രീകൾ തുഴയുന്ന തെക്കനോടി വിഭാഗത്തിൽ 3 വള്ളം എന്നിങ്ങനെയാണ് വള്ളങ്ങൾ മത്സരിക്കുന്നത്. ചുണ്ടൻ വള്ളങ്ങളിൽ 3 പ്രദർശന വിഭാഗത്തിൽ തുഴയുന്നു. വനിതകൾ തുഴയുന്ന ഒരു ഉരുക്കു ചുണ്ടനും വിദേശ വനിതകൾ തുഴയുന്ന മറ്റൊരു വള്ളവും ഈ വർഷത്തെ കളിയുടെ പ്രത്യേകതയാണ്. ഭാരിച്ച തുക ചെലവഴിച്ച് ആഴ്ചകളോളം പരിശീലനം നടത്തിയാണ് വള്ളങ്ങൾ മത്സരത്തിനെത്തുന്നത്. വള്ളമുടമകളും കരക്കാരും ബോട്ട് ക്ലബ്ബുകളും തുഴച്ചിൽക്കാരും NDBR സൊസൈറ്റിയും തമ്മിലുള്ള ഒരു കൂട്ടായ്മയാണ് ഈ വള്ളംകളി സാധ്യമാകുന്നത്. അവരുടെ സാഹോദര്യം കൊണ്ട് മാത്രമാണ് ഈ അത്ഭുതം നമുക്കിവിടെ കാണിക്കുവാനായിട്ട് കഴിയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സംസ്ഥാന കയർ ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. ഈ വകുപ്പുകളുടെ എല്ലാം പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന നമ്മുടെ നാടിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടത്തിനും നല്ല നിർദ്ദേശം നൽകി ഞങ്ങളെ കർമ്മ ഉത്സുകരാക്കിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ മന്ത്രിയെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി NDBR സൊസൈറ്റിക്കും വേണ്ടി ഞാൻ ഹാർദമായി സ്വാഗതം ആശംസിക്കുന്നു. ഈ വള്ളംകളി മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്ര ഊർജ വകുപ്പ് മന്ത്രിയാണ്, ശ്രീ സുശീൽ കുമാർ ഷിൻഡേജിയാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിക്കാൻ ചെന്നപ്പോൾ തന്നെ ആദ്യ വാക്കിൽ തന്നെ ഞാൻ വരുന്നു, ഞാൻ വരാമെന്ന് വാക്ക് തരികയും ഞങ്ങൾ അദ്ദേഹത്തെ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ജലോത്സവത്തിന് വേണ്ടി ദൂരദർശന് വേണ്ടി സംസാരിക്കുന്നത് ചെറിയാൻ അലക്സാണ്ടർ. പുന്നമടക്കായലിൽ തുഴകൾ ജലഗണങ്ങളെ തട്ടിത്തെറിപ്പിക്കുന്ന ആഹ്ലാദ ആരവങ്ങൾ ഉച്ചസ്ഥായിലാകാൻ പോവുകയാണ്. 56ാമത് നെഹ്റു ട്രോഫിക്ക് വേണ്ടി കിഴക്കിന്റെ വെനീസ് ഉയർന്നു കഴിഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് ഇന്നത്തെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് കേന്ദ്ര ഊർജ മന്ത്രി, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ്. നിങ്ങളേവർക്കും അവരുകളെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പന്തളം MLA ശ്രീ AK ഷാജു അവരുകൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ വള്ളംകളിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് നിർദ്ദേശം തന്നുകൊണ്ടിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ R നാസർ അവരുകളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കേന്ദ്ര നഗരകാര്യ സെക്രട്ടറി ശ്രീ M രാമചന്ദ്രൻ IAS ഇവിടെ എത്തിയിട്ടുണ്ട്. ആലപ്പുഴ നഗരവികസനത്തിനും കുടിവെള്ള പദ്ധതിക്കും വേണ്ടി ധാരാളം സഹായങ്ങൾ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും അദ്ദേഹം നമ്മുടെ ഒരു സ്വീകരണം സ്വീകരിച്ചുകൊണ്ട് കൂടുതൽ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്കേവർക്കും വേണ്ടി NDBR സൊസൈറ്റിക്ക് വേണ്ടി ബഹുമാന്യനായ ശ്രീ M രാമചന്ദ്രൻ സാറിനെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ സദസ്സിൽ നമ്മുടെ മുനിസിപ്പൽ കൗൺസിലർമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, ദൃശ്യ ശ്രാവ്യ അച്ചടി മാധ്യമ പ്രതിനിധികൾ, സ്പോൺസർമാർ, പ്രത്യേകിച്ച് NDPC, പവർ ഗ്രിഡ്, HSBC തുടങ്ങിയവർ, വള്ളംകളി ഉടമകൾ, ക്യാപ്റ്റന്മാർ, അതേപോലെ തന്നെ കരക്കാർ, NDBR ജനറൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ, റവന്യൂ ഇറിഗേഷൻ തുടങ്ങിയ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവിധ വകുപ്പുകൾ, ഇതിൻ്റെ കോൺട്രാക്ടർമാർ, തൊഴിലാളികൾ, തത്സമയ സംപ്രേഷണം നടത്തുന്ന അമൃത TV, ദൂരദർശൻ, ഇതിൻ്റെ കമൻറ്റേറ്റർമാർ, വള്ളംകളി കാണാനെത്തിയിട്ടുള്ള നല്ലവരായ നാട്ടുകാർ, സഹോദരി സഹോദരന്മാർ എല്ലാവരെയും ഞാൻ ഈ മത്സര കാണുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇനി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഓരോരുത്തരെയും പേര് പറഞ്ഞ് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. 56ാമത് നെഹ്റു ട്രോഫി ജലോത്സവമാണ് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്നത്.
ആലപ്പുഴയുടെ അഭിമാനമായ ലോക മഹോത്സവമാണ് നെഹ്റു ട്രോഫി. കുട്ടനാട്ടിലെ സമസ്ത ജനവിഭാഗത്തിൻ്റെയും പരമ്പരാഗത ആഘോഷങ്ങളിലൊന്നാണ് വള്ളംകളി. ഈ ജലോത്സവത്തിൽ പതാക ഉയർത്തിയത് ശ്രീ എം വിജയകുമാർ, നിയമകാര്യ സംസ്ഥാന മന്ത്രി. സ്വാഗതം ആശംസിച്ചത് നെഹ്റു ട്രോഫി ബോട്ട് റേസിന്റെ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ ശ്രീ വി കെ ബാലകൃഷ്ണൻ IAS. മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് കേന്ദ്ര ഊർജമന്ത്രി ശ്രീ സുശീൽ കുമാർ ഷിൻഡെ. ഓളപ്പരപ്പിലെ മെയ്ക്കരുത്തിന്റെ മാമാങ്കത്തിന് പുന്നമടക്കായലിൽ അരങ്ങേറുവാൻ നിമിഷങ്ങൾ മാത്രം. ഉദ്ഘാടന ചടങ്ങുകളാണ് ഇപ്പോൾ നിങ്ങൾ വീക്ഷിക്കുന്നത്. ഈ ജലമേളയിൽ പങ്കെടുക്കുവാനായി കേന്ദ്രമന്ത്രി ശ്രീ സുശീൽ കുമാർ ഷിൻഡെ മുഖ്യാതിഥിയായി എത്തി. സംസ്ഥാന മന്ത്രിമാരായ ശ്രീ ജി സുധാകരൻ, ശ്രീ എം വിജയകുമാർ എന്നിവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീ മുല്ലക്കര രത്നാകരൻ ഉടനെ തന്നെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. MLA ശ്രീ KC വേണുഗോപാലുണ്ട്. അതുപോലെ തന്നെ ഈ വള്ളംകളിയുടെ ചുക്കാൻ പിടിക്കുന്ന ജില്ലാ ഭരണാധികാരികളൊക്കെ തന്നെ പുന്നമടക്കായലിൽ എത്തിയിരിക്കുകയാണ്. പുന്നമടക്കായലിൽ 56ാമത് ജലമേളയ്ക്ക് ആർപ്പിവിളികൾ ഉയരുമ്പോൾ നെഹ്റുവിൻ്റെ കയ്യൊപ്പോടെയുള്ള ട്രോഫിയിൽ മുത്തമിടാൻ എല്ലാ ക്യാപ്റ്റന്മാരും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. വള്ളംകളി ഒരു ജനതയുടെ സംസ്കാരത്തിനും തനിമയിലും ഊന്നിക്കുന്നിടത്താണ് അതിൻ്റെ മഹത്വവും വലിപ്പവും നിറഞ്ഞു നിൽക്കുന്നത്. വളരെ മനോഹരമായ മാസ് ഡ്രിൽ വള്ളംകളിയോട് അനുബന്ധിച്ച് നടക്കുന്നുണ്ട്. അതിനായിട്ട് ചുണ്ടൻ വള്ളങ്ങളെല്ലാം തന്നെ VIP പവലിയന് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഒരു നാടിൻ്റെ സംസ്കാരമാണ് വള്ളംകളി. പുന്നമടക്കായലിൽ വള്ളംകളി നടക്കുന്ന ട്രാക്കിന് 1350 മീറ്ററാണ് നീളം. ഓരോ ട്രാക്കിനും 40 മീറ്ററോളം വീതിയുണ്ട്. 7 മീറ്ററോളം ആഴമാണ് ട്രാക്കിനുള്ളത്. 50 മുതൽ 54 കോൽ വരെയാണ് ചുണ്ടൻ വള്ളങ്ങളുടെ ശരാശരി നീളം. ഈ വർഷം മുതൽ വള്ളംകളിയെ ഒരു കായിക ഇനമായിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്വന്തം കൈപ്പടയിൽ ജവഹർലാൽ നെഹ്റു എഴുതി ഒപ്പിട്ട് ആലേഖനം ചെയ്ത വെള്ളി ട്രോഫിയാണ് നെഹ്റു ട്രോഫി. അദ്ദേഹം എഴുതി, "To the winners of the boat race, which is a unique feature of community life in Travancore, Cochin." ഇന്നലെ ബെയ്ജിങ്ങിൽ ഒളിമ്പിക്സ് ആരംഭിച്ചു. ഒളിമ്പിക്സിൽ കിട്ടുന്ന ഒരു സ്വർണ്ണ മെഡലിനേക്കാൾ വിലയുണ്ട് കുട്ടനാട്ടിലെ കരകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരൊറ്റ ട്രോഫിക്ക്. അതുകൊണ്ട് തന്നെയാണ് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് പേര് വീണതും. മാസ് ഡ്രില്ലിനായി വള്ളങ്ങളെല്ലാം തന്നെ തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ നടക്കുന്നത് ഉദ്ഘാടന ചടങ്ങ്. കേരള സംസ്ഥാന കോർപ്പറേഷൻ ആൻഡ് ദേവസ്വം മിനിസ്റ്റർ ശ്രീ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. Thank you, sir. The much-awaited moment has finally arrived. We are about to witness the inauguration of the 56th Nehru Trophy Boat Race. Shri Sushil Kumar Shinde, Honorable Union Minister for Power, who himself has shown considerable sportsman spirit to be with us. ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ആ നിമിഷങ്ങൾ സമാഗതമായി. ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 56ാമത് നെഹ്റു ട്രോഫി ജലോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്ര ഊർജമന്ത്രി ശ്രീ സുശീൽ കുമാർ ഷിൻഡെ.
the chairman of the 56 Nehru Trophy boat race and collector of the district, Sri Balakrishnan ji, my colleagues in the parliament, member of parliament K.S. Manoj ji, Srimati Sujata ji, all MLAs, ministers, Jilla Parishad chairman, office bearers, officers, and brothers and sisters, I cannot understand much language, but I could understand that Mr. Balakrishnan, the collector, was telling that when he came to Delhi to invite me, I immediately accepted the invitation. It is because when I hear the name of Pandit Jawaharlal Nehru, a man who molded the country in the best of his mind, the planning, and who laid the foundation for the future of the country, and who started these races. And that was the reason I accepted immediately, because in the 21st century, if we can look back what Panditji had done for the harmony of the nation, for harmony of the community, and bringing two people together is unique feature. And that's why from north to south, Panditji traveled, and here in 1952, he came to travel in Kerala, and he traveled in a small boat. It has taken, 56 years, and since then, as per the Panditji's direction, and under his signature, a trophy was given to the Alleppey district, and since then, these races are going on. It shows that you have obeyed, you have respected the words of Pandit Jawaharlal Nehru and enthused the people all over India and world. I have been seeing your these races pretty long time on television, but today, because of you all people have invited me, I have come here. These races not only brings a spirit of sport, but these races bring the spirit of secularism. No one knows who belongs to any caste or creed. Everyone is here, and they are just driving with their Walloa, we call a Walloa, this bat. And today, I am very happy. I do not want to take much of time, but Kerala is a leading state in education. And once you have given a leadership in the education, the people, most whether they live in villages or agricultural land or in cities, they are well educated. They understand what is what. And when we are in 21st century, when our country's growth rate has been going from 9% to 10%, we are happy to see the development of the country, and Panditji must be smiling from above. And today I was told by Vijay Kumar that these races have been recognized as a sports, one of the activities in the state of Kerala. I compliment to the state, because these are the places we must recognize the small events of the young generation who can compete, and where no one knows the caste, creed, or any religion. I am thankful to Mr. Balakrishnan. I am thankful to the ministers who have invited me. And this is a great occasion in my life to meet the people of Kerala and to inaugurate this 56 Nehru Trophy boat race. I declare the race is open. Thank you.
Thank you, sir, for your words of encouragement. I now invite Sri P.P. അൻപത്തിയാറാമത് നെഹ്റു ട്രോഫി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു എന്ന് വിശിഷ്ടാതിഥി കേന്ദ്രമന്ത്രി ശ്രീ സുശീൽ കുമാർ ഷിൻഡെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റിൽ വിശിഷ്ട വ്യക്തികൾക്ക് അഭിമുഖമായി ചുണ്ടൻ വള്ളങ്ങൾ 16 ചുണ്ടൻ വള്ളങ്ങളിലെ തുഴച്ചിൽക്കാർ പൊന്നുമടക്കായലിൽ അണിനിരന്നിരിക്കുകയാണ്. അല്പ നിമിഷങ്ങൾക്കകമാണ് മാസ്റ്ററിൽ ആരംഭിക്കുന്നത്. അതിനു മുമ്പ് വിശിഷ്ട അതിഥികളായി എത്തിയിട്ടുള്ള ആളുകളുടെ വിശിഷ്ട വചനങ്ങൾ ശ്രവിക്കുവാനുള്ള ശ്രമത്തിലാണ് കളിവള്ളങ്ങളിലെ തുഴച്ചിൽക്കാരും അതുപോലെ വള്ളംകളി പ്രേമികളും. ഉദ്ഘാടന ചടങ്ങുകൾ അങ്ങ് ഫിനിഷിംഗ് പോയിന്റിൽ നടക്കുകയാണ്. ഈ വർഷത്തെ ജലമേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടെ ഏതാനും നിമിഷങ്ങൾക്കകം ഈ ചുണ്ടൻ വള്ളങ്ങളിലെ തുഴച്ചിൽക്കാരുടെ മനോഹരമായ മാസ്റ്ററിൽ ഇവിടെ വിശിഷ്ടാതിഥികൾക്ക് അഭിമുഖമായി അവതരിപ്പിക്കുന്നതാണ്. അതിനുശേഷമാണ് ജലഘോഷയാത്ര. അതും കഴിഞ്ഞ് ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരങ്ങൾ ആരംഭിക്കുകയുള്ളൂ. ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 5 ജില്ലകളിലെ ആളുകൾ, തുഴച്ചിൽക്കാർ, ബോട്ട് ക്ലബ്ബുകൾ ഈ വർഷം 56ാമത് നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. മുൻ വർഷങ്ങളിലൊക്കെ കൂടുതലായി വന്നാൽ മാക്സിമം 4 ജില്ലകളായിരുന്നു ഈ ജലമേളയിൽ പങ്കെടുത്തത്. എന്നാൽ ഈ വർഷം ചുണ്ടൻ വള്ളങ്ങളുടെ 16 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്ന ഇനത്തിൽ തന്നെ 9 ചുണ്ടൻ വള്ളങ്ങൾ മാത്രമേ ആലപ്പുഴ ജില്ലയിൽ നിന്ന് മത്സരിക്കുന്നുള്ളൂ. എന്നാൽ തൊട്ടടുത്ത കോട്ടയത്തു നിന്ന് 4 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുമ്പോൾ കൊല്ലത്തു നിന്ന് 2 ചുണ്ടൻ വള്ളങ്ങളും എറണാകുളം ജില്ലയിൽ നിന്ന് ആദ്യമായി 1 ചുണ്ടൻ വള്ളവും ഇപ്പോൾ മത്സരിക്കുന്നുണ്ട്. അങ്ങനെ 16 ചുണ്ടൻ വള്ളങ്ങളാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ 4 ജില്ലകളുടെ പ്രാതിനിധ്യം ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിനുണ്ട്. എന്നാൽ പത്തനംതിട്ട ജില്ലയിലെ ഒരു കളിവള്ളം ചെറുവള്ളങ്ങളുടെ ഇനത്തിലും മത്സരിക്കുന്നു. ഇപ്പോൾ VIP പവലിയനിൽ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഉദ്ഘാടന ചടങ്ങുകളുടെ അനുബന്ധിച്ചുള്ള ചടങ്ങുകൾ നടക്കുകയാണ്. ഇനി നടക്കുവാനുള്ളത് മാസ്റ്ററിലാണ്. ഏതാനും നിമിഷങ്ങൾക്കകം മാസ്റ്ററിൽ ആരംഭിക്കും. സമയക്രമമനുസരിച്ച് 2 മണിയോടുകൂടി നടക്കേണ്ടതാണ്. മാസ്റ്ററിലിനായി ചുണ്ടൻ വള്ളങ്ങളെ ക്ഷണിക്കുകയാണ്. കായംകുളം MLA ശ്രീ TK സദാശിവനും മന്ത്രി ശ്രീ M വിജയകുമാറിനുമൊപ്പം കേന്ദ്രമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ പവലിയനിൽ. ആലപ്പുഴ MLA KC വേണുഗോപാൽ, കേന്ദ്ര അർബൻ സെക്രട്ടറി ശ്രീ രാമചന്ദ്രൻ, അങ്ങനെ വിശിഷ്ട വ്യക്തികളുടെ ഒരു നിര തന്നെ ഈ വർഷം മനോഹരമായ ഈ കായിക മാമാങ്കം കാണുവാനായി എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വദേശീയരായ നാട്ടുകാർ, വള്ളംകളി പ്രേമികൾ ഈ പൊന്നമടക്കായലിൻ്റെ ഇരുകരകളിലുമായി നേരത്തെ തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 2 കരകളിലായി നിരവധി ആളുകളാണ് ഈ ജലമേള കാണുവാനായി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ കാണുന്നത് റോസ് കോർണർ, അതായത് പുന്നമടക്കായലിൽ ഫിനിഷിംഗ് പോയിന്റിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു ചെറിയ ദ്വീപാണ്. പണ്ട് മുതലേ വിശിഷ്ട വ്യക്തികളും വള്ളംകളി പ്രേമികളും ഒക്കെ ആ റോസ് കോർണറിൽ ഇരുന്നു കൊണ്ടാണ് വള്ളംകളി വീക്ഷിച്ചിരുന്നത്. അതിന് തൊട്ടക്കരെയാണ് ഓൾ വ്യൂ പവലിയൻ, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള ദൃശ്യം കാണുവാൻ കഴിയുന്ന ഓൾ വ്യൂ പവലിയൻ. ഈ പവലിയനിലും പുന്നമടയുടെ ഇരുകരകളിലും എല്ലാം ഇരുന്നു കൊണ്ടാണ് ഈ വാശിയേറിയ പോരാട്ടം കാണുവാനായി ചുണ്ടൻ വള്ളങ്ങളിലെ ചുണക്കുട്ടന്മാരുടെ തുഴച്ചിലിനായി, അതുപോലെ ചെറുവള്ളങ്ങളിലെ കളിക്കാരുടെ തുഴച്ചിലിനായി ആളുകൾ തയ്യാറാകുന്നത്. മാസ്റ്ററിൽ ആരംഭിക്കുകയാണ്. മാസ്റ്ററിലിന് മുമ്പ് വള്ളംകളിയിൽ പങ്കെടുക്കുന്ന ചുണ്ടൻ വള്ളങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. ഓരോ ചുണ്ടൻ വള്ളത്തിൻ്റെ പേര് വിളിക്കുമ്പോഴും ആ ചുണ്ടൻ വള്ളങ്ങളിലെ തുഴച്ചിൽക്കാർ അവരുടെ നയം ഉയർത്തിയാണ് അതിനോട് പ്രതികരിക്കുന്നത്. സാധാരണ കുട്ടനാട്ടിലെ ഒരു അഭിവാദ്യ രീതിയാണ് തുഴകൾ ഉയർത്തി ആർപ്പിട്ട് വിശിഷ്ട വ്യക്തികളെയും ഒക്കെ സ്വീകരിക്കുന്നത്. അതുപോലെ
ഓരോ കളിവള്ളത്തിൻ്റെ പേരും വിളിക്കുമ്പോൾ അതാത് കളിവള്ളത്തിലെ തുഴച്ചിൽക്കാർ അവരുടെ നയമ്പ് ഉയർത്തി അതിനോട് പ്രതികരിക്കുന്നു. വിവിധ പ്രായത്തിലും വിവിധ വർണ്ണത്തിലും വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ എത്തിയ വിവിധ തരത്തിലുള്ള ആളുകൾ ഈ മനോഹരമായ ജലമേള ഒരുപക്ഷെ അവർ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം നേരിട്ട് കാണുന്നത്. TV സ്ക്രീനിൽ മാത്രം കണ്ടിട്ടുള്ള ഈ കാഴ്ച നേരിട്ട് കാണുവാൻ വേണ്ടി വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇക്കുറി നിരവധി ടൂറിസ്റ്റുകൾ എത്തിയിട്ടുണ്ട്. മാസ്റ്ററിൽ തുടങ്ങിയിരിക്കുകയാണ്. മാസ്റ്ററിലിൻ്റെ ആരംഭത്തിലാണ് ഇപ്പോൾ കളിവള്ളങ്ങളെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തുന്ന ചടങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കഴിഞ്ഞ വർഷത്തെ വിജയിയുടെ ക്യാപ്റ്റൻ സത്യപ്രതിജ്ഞ നടത്തും. അത് കഴിഞ്ഞാണ് ആശംസാ പ്രസംഗങ്ങൾ നടക്കുന്നത്. അതിനോട് അനുബന്ധിച്ച് ആ സമയത്ത് ഈ കളിവള്ളങ്ങളെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ലക്ഷ്യമാക്കി പോകും. ആ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ചെന്ന് 16 ചുണ്ടൻ വള്ളങ്ങൾ 4 വീതം തിരിഞ്ഞ് 4 ഹീറ്റ്സായി ഫിനിഷിംഗ് പോയിന്റിൽ മത്സരത്തൊഴുത്തിൽ പങ്കെടുക്കും. ഇപ്പോൾ മാസ്റ്ററിൽ ആരംഭിക്കുകയാണ്. മാസ്റ്റർ ഓഫ് സെറമണിയുടെ നിർദ്ദേശ അനുസരണം ഓരോ ചുണ്ടൻ വെള്ളത്തിലെയും ആളുകൾ പ്രധാനമായി തുഴച്ചിൽക്കാർ അവരുടെ നയമ്പുകൾ ഒരു പ്രത്യേക രീതിയിൽ ഉയർത്തിപ്പിടിച്ച് അതിനെ അഭിവാദ്യം ചെയ്യും. ആ പതാകയുടെ അതേ രീതിയിൽ തന്നെ അതിനോട് അനുബന്ധിച്ച് ഓരോ താളത്തിൽ ഉയർത്തിയാണ് മാസ്റ്ററിൽ പങ്കെടുക്കുന്നത്. അതോടൊപ്പം നിലക്കാര് ഇറോ എന്ന് ആർപ്പ് വിളിക്കുന്ന ഒരു ചടങ്ങുമുണ്ട്. അതാണ് മാസ്റ്ററിലെ മനോഹരമായ ദൃശ്യം. ഈ നിരന്നു കിടക്കുന്ന 16 ചുണ്ടൻ വള്ളങ്ങളും മറ്റ് ചെറുവള്ളങ്ങളിലെയും തുഴച്ചിക്കാർ എല്ലാവരും കൂടി ഒന്നിച്ച് ഈ വള്ളംകളിയിൽ പങ്കെടുക്കുന്ന മനോഹരമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീ S. ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ഓഫ് സെറമണിയുടെ നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ ചുണ്ടൻ വള്ളങ്ങളിലെ തുഴച്ചിൽക്കാർ പങ്കെടുക്കുന്നത്. പണ്ട് നമുക്കറിയാം ഏകദേശം 1972 മുതലാണ് മാസ്റ്ററിൽ പുന്നമടക്കായലിൽ ഒരു മനോഹര രൂപമായി അവതരിച്ചത്. ഇപ്പോഴത്തെ MLA ശ്രീ CK സദാശിവനായിരുന്നു അതിൻ്റെ മുഖ്യ സംഘാടകൻ. പിന്നിങ്ങോട്ട് ശ്രീ IK മാത്യുവും ശ്രീ ജോസഫ് മംഗലവും ഒക്കെ ഇതിന് നിരവധി വർഷം നേതൃത്വം നൽകിയ ഒരു മനോഹരമായ വർഷങ്ങളായി ഇംപ്രൂവ് ചെയ്തു വന്ന ഒരു ചടങ്ങാണ് മാസ്റ്ററിൽ. ഒരുപക്ഷെ നെഹ്റു ട്രോഫിയിലെ ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങ്. പ്രത്യേകിച്ച് വള്ളംകളിയുടെ ആവേശത്തെക്കാൾ ഉപരി മനോഹാരിതയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മനോഹാരിതയെ താല്പര്യത്തോടെ വീക്ഷിക്കുന്ന ആളുകളെ ഹഠാതാകർഷിക്കുന്ന ഒരു മനോഹരമായ ഒരു ചടങ്ങാണ് മാസ്റ്ററിൽ. വീണ്ടും ഒരിക്കൽ കൂടി ആ ചടങ്ങ് ആവർത്തിക്കുവാനുള്ള നിർദ്ദേശമാണ് മാസ്റ്റർ ഓഫ് സെറമണി നൽകിയിരിക്കുന്നത്. 16 ചുണ്ടൻ വള്ളങ്ങളിൽ ഏകദേശം ഒരു ചുണ്ടൻ വള്ളങ്ങളിൽ 100-110 ആളുകൾ ഉണ്ടാകും. ശരാശരി 100-110 തുഴച്ചിൽക്കാരോളം 97 തുഴച്ചിൽക്കാരുണ്ടാകുന്ന ചുണ്ടൻ വള്ളങ്ങളിൽ എല്ലാവരും ചേർന്ന് ഒരേ രീതിയിൽ നയം പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് ചെറുവള്ളങ്ങളിലും വെപ്പ് വള്ളങ്ങളിലുമൊക്കെയുള്ള ആളുകൾ നയമ്പ് ഉയർത്തിയും താഴ്ത്തിയും കാണിക്കുന്ന ഒരു കായിക വിസ്മയമാണ് ഈ മാസ്റ്ററിൽ. ഒരുപക്ഷെ കുട്ടനാട്ടുകാർക്ക് അല്ലെങ്കിൽ ഈ നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ചുണ്ടൻ വെള്ള തൊഴിച്ചിൽക്കാർക്ക് മാത്രം സമ്മാനിക്കുവാൻ കഴിയുന്ന വിസ്മയകരമായ ഒരു ദൃശ്യവിസ്മയമാണ് ഈ മാസ്റ്ററിൽ. മനോഹരമായ ഒരു മാസ്റ്ററിലിനു ശേഷം ഇനി ചുണ്ടൻ വള്ളങ്ങൾ പതുക്കെ കൊത്തിത്തുഴഞ്ഞ് സ്റ്റാർട്ടിംഗ് പോയിന്റിനെ ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. ഇനിയാണ് വാശിയേറിയ പോരാട്ടം നടക്കേണ്ടത്. ഈ വർഷം 57 ചുണ്ടൻ വള്ളങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 57 ചുണ്ടൻ വള്ളങ്ങളിൽ 54 കളിവള്ളങ്ങൾ മത്സരിക്കുവാനായിട്ടാണ് എത്തിയിട്ടുള്ളത്. 3 ചുണ്ടൻ വള്ളങ്ങൾ പ്രദർശന മത്സരത്തിൽ പങ്കെടുക്കുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരം 4 ചുണ്ടൻ വള്ളങ്ങൾ വീതം 4 ഹീറ്റ്സുകളിലായിട്ടാണ് മത്സരിക്കുന്നത്. ആ 4 ഹീറ്റ്സിലും ഒന്നാം സ്ഥാനത്തെത്തുന്ന ചുണ്ടൻ വള്ളങ്ങളാണ് ഫൈനലിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കയ്യൊപ്പോടുകൂടിയ ആ വെള്ളിക്കപ്പ് സ്വന്തമാക്കുവാൻ അർഹത നേടുന്നത്. ഫൈനലിൽ മത്സരിക്കുന്ന ചുണ്ടൻ വള്ളങ്ങളിൽ ഹീറ്റ്സിൽ ഒന്നാമതെത്തുന്ന 4 ചുണ്ടൻ വള്ളങ്ങൾ പരസ്പരം മത്സരിച്ച് ഫൈനലിൽ ഏറ്റുമുട്ടുമ്പോൾ അതിൽ ഒന്നാമതെത്തുന്ന ചുണ്ടനാണ് ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിലെ വിജയി എന്ന് പ്രഖ്യാപിക്കുന്നത്.
സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മുൻവർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി സമീപ 10-12 വർഷങ്ങൾക്ക് മുൻപ് യന്ത്രവൽകൃതമായ ഒരു സംവിധാനമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുക്കിയിട്ടുള്ളത്. ഏകദേശം 400 മീറ്ററോളം ദൈർഘ്യമുള്ള ഈ നെട്ടയത്തിൽ 4 ട്രാക്കുകളിലായിട്ടാണ് ഈ ചുണ്ടൻ വള്ളങ്ങൾ മത്സരിച്ചു വരുന്നത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറായി തിരിച്ചിരിക്കുന്ന 1 മുതൽ 4 വരെയുള്ള ട്രാക്കുകൾ. ആ ട്രാക്കുകളിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരു പ്രത്യേക സംവിധാനത്തിൽ വന്ന് കൃത്യമായി എല്ലാ ചുണ്ടൻ വള്ളങ്ങളും എല്ലാ കളിവള്ളങ്ങളും ഒരേ നിരയിൽ കിടന്നുവെങ്കിൽ മാത്രമേ സ്റ്റാർട്ടറുടെ അനുമതി ലഭിക്കുകയുള്ളൂ. അതുപോലെ അത് കഴിഞ്ഞാണ് ഈ നെട്ടയത്തിലൂടെ ചുണ്ടൻ കളിവള്ളങ്ങളും നിരന്ന് മത്സരിച്ച് വാശിയോടെ വരുന്നത്. മാസ്റ്ററിൽ കഴിഞ്ഞതിന് ശേഷം ആ ആവേശകരമായ ഹീറ്റ്സിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇപ്പോൾ നേവിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാവികസേനയുടെ നേതൃത്വത്തിലുള്ള രക്ഷാ ദൗത്യ സംഘക്കാരും പുന്നമടക്കായലുണ്ട്. അത്യാഹിതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ദ്രുതകർമ്മ സേനയുടെ നേതൃത്വത്തിൽ അതിൽ ഇടപെടുവാൻ വേണ്ടി അവർ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുള്ള വളരെ കൃത്യമായി സമഗ്രമായി നടക്കുന്ന ഒരു ജലമേളയാണ് നെഹ്റു ട്രോഫി ജലമേള. ഒരുപക്ഷെ കേരളത്തിൽ ജലമേളകൾ ഒരു 120 ജലമേളകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഏകദേശം 10-16 വള്ളംകളികൾ വളരെ പ്രഗത്ഭമായ വള്ളംകളികൾ തന്നെയാണ്. പ്രഗത്ഭമായ കളിവള്ളങ്ങൾ പങ്കെടുക്കുന്ന 16 വള്ളംകളികൾ ഓണക്കാലത്തും ചമ്പക്കുളത്ത് നടക്കുന്ന മൂലം വള്ളംകളിയോടനുബന്ധിച്ച് അതുമുതൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. പണ്ടുകാലത്ത് കുട്ടനാടും സമീപ പ്രദേശങ്ങളിലും മാത്രമായിരുന്നു ജലമേളകൾ നടന്നിരുന്നത്. എന്നാൽ അടുത്ത കാലത്തായി തൃശ്ശൂരിലും കോട്ടപ്പുറത്തും അതുപോലെ കണ്ടശാങ്കടവിൽ വർഷങ്ങൾക്ക് മുമ്പ് ജലമേള ഉണ്ടായിരുന്നു. കോട്ടയത്ത് താഴത്തങ്ങാടി ആറ്റിലുണ്ടായിരുന്നു. കല്ലടയാറ്റിൽ ജലമേളയുണ്ട്. അഷ്ടമുടിക്കായലിൽ ജലമേളയുണ്ട്. അങ്ങനെ കേരളത്തിൽ ജലമേളകൾ ഇപ്പോൾ പ്രചാരം സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇത്രയധികം ആളുകൾക്ക് ഒന്നിച്ചു പങ്കെടുക്കാനാവുന്ന ഒരു ജലമേള ലോകത്ത് ഒരിക്കലും ഒരു സ്പോർട്സ് ഇനത്തിലും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം എല്ലാ തലമുറയിലും പെട്ട ആളുകൾക്ക് അതിൻ്റേതായ ഒരു സ്ഥാനം ജലമേളയിലുണ്ട്. പ്രത്യേകിച്ച് തൊഴിച്ചിൽക്കാർ, ആരോഗ്യം വേണ്ട ഈ ചുണക്കുട്ടികൾ, അവർ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിരിക്കും. ഒരു ചുണ്ടൻ വെള്ളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 97 തൊഴിച്ചിൽക്കാരാണ് മത്സരിക്കുവാനായി ഉണ്ടാവുക. അവരുടെ വാശിയേറിയ ഒരു കരുത്ത് പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിരിക്കും നൽകുക. അവരെ നിയന്ത്രിക്കുവാനുള്ള ഏകദേശം 9 നിലക്കാരുണ്ടാകും. അതിൻ്റെ ഒരു താളം പിടിക്കുവാനൊരു ഇടിത്തടിക്കാരനുണ്ടാകും. അവരൊക്കെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലേക്കാൾ കുറച്ചുകൂടെ പ്രായം കൂടിയ ചെറുപ്പക്കാരുമുണ്ടാകും. പ്രായം കൂടിയവർക്കും അവിടെ ഒരു സ്ഥാനമുണ്ട്. അതുപോലെ ആരോഗ്യമുള്ള പ്രായമുള്ളവരുടെയും ഒരു വള്ളംകളി, അതുപോലെ എല്ലാ തരത്തിലെ ആളുകൾക്കും ഒന്നിച്ച് പങ്കെടുക്കുവാൻ കഴിയുന്ന ഇതുപോലൊരു ജലമേള നെഹ്റു ട്രോഫിയിൽ മാത്രമേ ഉള്ളൂ എന്നതാണ് വാസ്തവം. ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന 56ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 16 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 47 കളിവള്ളങ്ങൾ പങ്കെടുക്കുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ വിഭാഗത്തിൽ ഒന്നാമത്തെ ഹീറ്റ്സിൽ ആനാരി പുത്തൻചുണ്ടൻ, ആലപ്പാട് പുത്തൻചുണ്ടൻ, ചെറുതന, കരുവാറ്റ ചുണ്ടൻ എന്നിവ യഥാക്രമം 1 മുതൽ 4 വരെ ട്രാക്കിൽ മത്സരിക്കുന്നു. രണ്ടാമത്തെ ഹീറ്റ്സിൽ സെയിന്റ് ജോർജ്, ജവഹർ തായങ്കരി, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, പായിപ്പാടൻ എന്നീ വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്നു. മൂന്നാമത്തെ ഹീറ്റ്സിൽ കാരിച്ചാൽ, നടുഭാഗം, ചമ്പക്കുളം, വെള്ളംകുളങ്ങര എന്നീ വള്ളങ്ങൾ പങ്കെടുക്കുന്നു. നാലാമത്തെ ഹീറ്റ്സിൽ പട്ടാറച്ചുണ്ടൻ, ശ്രീഗണേശൻ,
കരുവാറ്റ ശ്രീവിനായകൻ, കല്ലൂപ്പറമ്പൻ എന്നീ ചുണ്ടൻവള്ളങ്ങൾ 1 മുതൽ 4 വരെ ട്രാക്കിൽ തുഴയും. എല്ലാ റോഡുകളും പുന്നമടയിലേക്ക്. ജലമേളകൾക്ക് മത്സര പ്രാധാന്യമേറി വന്നത് ആലപ്പുഴ പുന്നമടക്കായലിലെ നെഹ്റു ട്രോഫി മത്സരത്തിലൂടെയാണ്. ടൂറിസ്റ്റുകളുടെ വരവ് തുടങ്ങുന്ന ഘട്ടത്തിൽ ഓഗസ്റ്റിൽ ആണിതെന്ന് ഏറെ ഗുണകരമാണ്. ഏറ്റവും അധികം ജലരാജാക്കന്മാരും വിവിധ ഇനം കളിവള്ളങ്ങളും അണിനിരക്കുന്നതും ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്നതുമായ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജലമാമാങ്കമാണ് ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്നു വരുന്ന നെഹ്റു ട്രോഫി ജലമേള. വളരെ നയനമനോഹരമായ ഒരു മാസ് ഡ്രിൽ നിങ്ങൾ ദർശിച്ചു. ലക്ഷോപലക്ഷം കാണികളെ വിസ്മയിപ്പിച്ച് ചുണ്ടൻവള്ളങ്ങളിലെ തുഴക്കാരെയെല്ലാം പങ്കെടുപ്പിച്ച് നടത്തുന്ന മാസ് ഡ്രിൽ എന്ന മാസ്മരവിദ്യയുടെ തുടക്കക്കാർ UBC കൈനകരിയാണ്. പിൽക്കാലത്ത് മാസ് ഡ്രിൽ നെഹ്റു ട്രോഫിക്ക് മാത്രമല്ല ഒട്ടുമിക്ക ജലോത്സവങ്ങൾക്കും മാതൃകയായും ചെയ്തു. ഇത്തവണത്തെ മാസ് ഡ്രില്ലിന്റെ മാസ്റ്റർ സെറമണിയായി പ്രവർത്തിച്ചത് ശ്രീ S. ഗോപാലകൃഷ്ണനാണ്. ഓരോ കരയിലെയും വള്ളംകളി പ്രേമികളുടെ കൂട്ടായ്മയായി വളർന്ന് വികസിച്ച് വള്ളംകളി ഇന്ന് പ്രമുഖ ജലോത്സവമായി മാറിക്കഴിഞ്ഞു. തികച്ചും മത്സര പ്രാധാന്യം ഉള്ളതാണ് ഈ കായിക വിനോദം. നാട്ടിൻപുറങ്ങളിലെ ചെറു തോടുകളിലും ആറുകളിലുമായി കാണുന്ന ചെറുവള്ളങ്ങളിൽ തുഴഞ്ഞ് പരിശീലിക്കുന്ന ചെറുപ്പക്കാരാണ് പിന്നീട് ചുണ്ടൻവള്ളങ്ങളിൽ മത്സര തുഴച്ചിലിനെത്തുന്നത്. വള്ളംകളിയുടെ ഉദ്ഘാടന ചടങ്ങ് നടന്നു കഴിഞ്ഞു. കേന്ദ്ര ഊർജ്ജമന്ത്രി ശ്രീ സുശീൽ കുമാർ ഷിൻഡെയാണ് 56ാമത് ജലോത്സവം വളരെ പ്രകൃതിരമണീയമായ പുന്നമടക്കായലിൽ ഉദ്ഘാടനം ചെയ്തത്. ഒരു ചുണ്ടൻവള്ളത്തിന്റെ നിർമ്മാണത്തിന് യോജിച്ച ആഞ്ഞിലിത്തടി കണ്ടെത്തുന്നത് മുതൽ വള്ളം പണി പൂർത്തിയാക്കി നീറ്റിലിറക്കുന്നതുവരെ ഒരു തപസ്യയായി കണക്കാക്കുന്നവരാണ് ഇതിൻ്റെ ശില്പികൾ. തച്ചുശാസ്ത്രത്തിൽ എവിടെയും വിവരിച്ചിട്ടില്ലാത്ത ഈ നിർമ്മാണ കലയ്ക്ക് സ്വന്തം ഭാവനയിലൂടെയും കരവിരുതിലൂടെയുമാണ് ശില്പി ജീവൻ നൽകുന്നത്. ഇന്ന് ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച. ഏറ്റവും ആകാംക്ഷപൂർവം എല്ലാവരും കാത്തിരുന്ന നെഹ്റു ട്രോഫി ജലോത്സവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓളപ്പരപ്പിലെ മെയ്ക്കരുത്തിൻ്റെ മാമാങ്കത്തിന് പുന്നമടക്കായൽ ഉണർന്നു കഴിഞ്ഞു. ചരിത്ര പെരുമയുള്ളവരും പലതവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയവരും നെഹ്റു ട്രോഫി ആദ്യമായി കൈപ്പിടിയിൽ ഒതുക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നവരുമെല്ലാം എല്ലാം ഒരുക്കങ്ങളും പൂർത്തിയാക്കി ആകാംക്ഷയോടുകൂടി 1ാമത്തെ ഹീറ്റ്സ് തുടങ്ങുവാനായിട്ട് കാത്തിരിക്കുകയാണ്. 1ാമത്തെ ഹീറ്റ്സിൽ ആനാരി പുത്തൻചുണ്ടൻ, ആലപ്പാട് പുത്തൻചുണ്ടൻ, ചെറുതന, കരുവാറ്റ എന്നിവ യഥാക്രമം 1 മുതൽ 4 വരെയുള്ള ട്രാക്കിൽ മത്സരിക്കും. VIP പവലിയന് സമീപം നിന്നുള്ള ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. ഈ ഓഗസ്റ്റ് 2ാം ശനിയാഴ്ച ആലപ്പുഴയുടെയും പരിസരത്തെയും കുട്ടനാട്ടിലെയും ഒക്കെ ആളുകൾ വള്ളംകളി വീക്ഷിക്കുവാനായി പുന്നമടയിലെത്തിയിരിക്കുകയാണ്. ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ജഡ്ജസ് പവലിലാണ്. എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളും കൂടിയാണ് ഇപ്പോഴത്തെ ജഡ്ജിങ് നടത്തുന്നത്. ഫോട്ടോ ഫിനിഷ് ഉൾപ്പെടെയുള്ള വീഡിയോഗ്രാഫി ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ട്രാക്കിൻ്റെ നീളം 1365 മീറ്റർ ആണ്. വീതി 10 മീറ്ററാണ്. എല്ലാ ട്രാക്കിനും തുല്യ താഴ്ച കിട്ടത്തക്ക രീതിയിൽ 2 മീറ്റർ കുറയാതെ ഉള്ള താഴ്ചയുണ്ട്. അതിനായി ഞങ്ങൾ 1 മാസമായിട്ട് ഡ്രെഡ്ജിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി വരികയായിരുന്നു. പോള മുതലായ ശല്യം ഉണ്ടാക്കാതിരിക്കാനായിട്ട് എമർജൻസി ബോട്ട് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോള എവിടെ വന്നാലും നീക്കം ചെയ്തതിലുള്ള വള്ളത്തിൽ മാറ്റി വള്ളത്തിന് സുഗമമായി വരത്തക്കതിലുള്ള എല്ലാ സജ്ജങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടോർച്ച് സർക്യൂട്ട് ക്യാമറകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുവഴി ആര് എന്ത് അക്രമം കാണിച്ചാലും ഉടനെ തന്നെ പോലീസിനെ കണ്ടെത്തി അവരെ ശിക്ഷിക്കാനും വേണ്ട നടപടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ രീതിയിലും കുറ്റമറ്റ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അൻപത്തിയാറാമത് നെഹ്റു ട്രോഫി ജലമേളയുടെ
ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരം ആരംഭിക്കുവാൻ ഇനി അല്പ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. മാസ്റ്റലിന് ശേഷം കളിവള്ളങ്ങളെല്ലാം അങ്ങ് ഫിനിഷിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അവ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഫിനിഷിംഗ് പോയിന്റിലുള്ള വിശിഷ്ട അതിഥികളുടെ പവലിയനിൽ കേന്ദ്രമന്ത്രി ശ്രീ സുശീൽ കുമാറിനോടുകൂടി സംസ്ഥാന മന്ത്രിമാരായ ശ്രീ എം വിജയകുമാർ, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ശ്രീ ജി സുധാകരൻ മുതലായ ആളുകൾ വാശിയേറിയ പോരാട്ടത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ വർഷം മുൻവർഷങ്ങളിലെ പോലെ തന്നെ എല്ലാ വർഷവും വിശിഷ്ട അതിഥികളുടെ ഒരു നിര തന്നെയാണ് ഈ വർഷവും നെഹ്റു ട്രോഫി മത്സര വള്ളംകളിയിൽ നേരിട്ട് കാണുവാനും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുവാനുമായി എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ചുണ്ടൻ വള്ളത്തിൽ ഒരു വനിതകൾ ഒരു പ്രദർശന മത്സരം നടത്തുകയാണ്. പ്രത്യേകിച്ച് സാധാരണ ചുണ്ടൻ വള്ളത്തിൽ നിന്നും വിഭിന്നമായി ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഒരു കളിവള്ളം, സ്റ്റീൽ തയ്യാറാക്കിയ ഒരു കളിവള്ളത്തിലാണ് അവർ തുഴയുന്നത്. ഒരുപക്ഷെ അത് ഈ ചരിത്രത്തിലെ നെഹ്റു ട്രോഫിയുടെ 56 വർഷത്തെ ചരിത്രത്തിലെ ആദ്യത്തെ ഒരു സംഭവമാണ്. സ്ത്രീകൾ ഒരു ചുണ്ടൻ വള്ളത്തിൽ തുഴഞ്ഞു വരിക എന്നുള്ളത്. ഒന്നാം തുഴക്കാർ മുതൽ ഒറ്റയ്ക്ക് 7 തുഴച്ചിൽക്കാർ, അതിനുശേഷം ജോഡിയായിട്ട് മറ്റ് തുഴച്ചിൽക്കാർ, അങ്ങനെ ഏകദേശം 10-90 തുഴച്ചിൽക്കാർ. അവരെ സഹായിക്കുവാനായി പുരുഷന്മാരായ നിലക്കാർ, താളമിടാൻ ഒരു സ്ത്രീ വനിതാ രക്തവും കൂടെയുണ്ട്. അങ്ങനെ ഒരു പുതുമ കാഴ്ചവെച്ചുകൊണ്ട് വനിതകൾ സാധാരണ നെഹ്റു ട്രോഫിയിൽ തെക്കനോടി വള്ളത്തിലാണ് തുഴയുന്നത്. ഈ വർഷം അവർ ഈ സ്റ്റീലിൽ നിർമ്മിച്ച ചുണ്ടൻ വള്ളത്തിലും എത്തിയിരിക്കുകയാണ്. അങ്ങനെ പ്രശാന്തമായ ഒരു കാലാവസ്ഥയാണ് 56ാമത് നെഹ്റു ട്രോഫിയിൽ ഇതുവരെ ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. രാവിലെ അല്പം മഴക്കാറൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പ്രശാന്തമായ കാലാവസ്ഥയിൽ ഇനി വാശിയേറിയ മത്സരങ്ങൾക്കായി തുടക്കം കുറിക്കുകയായി. വള്ളങ്ങളോടനുബന്ധിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 1365 മീറ്ററുള്ള ട്രാക്കിൽ ആഴം കുറവുള്ള ഭാഗങ്ങൾ ഗ്രാബ് ഡ്രഡ്ജർ ഉപയോഗിച്ച് ഞങ്ങൾ ആഴം കൂട്ടുകയും ഏകദേശം 9360 പേർക്ക് ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ സംവിധാനങ്ങൾ വളരെ ശക്തമാണ്. ടെമ്പററി പവലിയനൊക്കെ ഒഴിവാക്കി ഞങ്ങൾ പെർമനൻറ്റ് പവലിയൻ പലയിടത്തും ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള വാക്ക് വേ ഞങ്ങൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകാരം ഞങ്ങൾക്ക് എല്ലാ ജനങ്ങൾക്കും സൗകര്യപ്രദമായിട്ടിരുന്ന് കാണാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ സൈഡിൽ അടുപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അല്പ നിമിഷങ്ങൾക്കകം ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരം ആരംഭിക്കും. ഈ ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരത്തിൽ ആനാരി പുത്തൻ ചുണ്ടൻ, ആലപ്പാട് പുത്തൻ ചുണ്ടൻ, ചെറുതന, കരുവേറ്റ എന്നിങ്ങനെ 4 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ആദ്യപാദ മത്സരങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ഹീറ്റ്സിൽ സെയിൻറ്റ് ജോർജ്, ജവഹർ തായങ്കരി, ആയാപറമ്പ് വലിയ ദിവാഞ്ചി, പായിപ്പാടൻ എന്നീ വള്ളങ്ങൾ മത്സരിക്കും. അതുപോലെ അതിനുശേഷമുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാമത്തെ ഹീറ്റ്സിൽ കാരിച്ചാൽ, നടുഭാഗം,
ചമ്പക്കുളം, വെള്ളംകുളങ്ങര എന്നീ വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. ഈ വള്ളങ്ങളെല്ലാം തന്നെ നെഹ്റു ട്രോഫിയിൽ നിരവധി തവണ ഫസ്റ്റ് നേടിയ വള്ളങ്ങളുണ്ട്. ചിലവ ഫസ്റ്റ് നേടാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഫൈനലിലൊക്കെ എത്തിയ വള്ളങ്ങളാണ്. അങ്ങനെ തെളിഞ്ഞ കാലാവസ്ഥയെ സാക്ഷിയാക്കി നിരവധി ആളുകളുടെ ആകാംക്ഷയെ മുൻനിർത്തിക്കൊണ്ട് അല്പ നിമിഷങ്ങൾക്കകം ഈ ചുണ്ടൻ വള്ളങ്ങൾ ആദ്യപാദ മത്സരത്തിലെ ഒന്നാം ഹീറ്റ്സിലുള്ള 4 ചുണ്ടൻ വള്ളങ്ങൾ കടന്നു വരും. 4 ചുണ്ടൻ വള്ളങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വർഷം മത്സരിക്കുന്ന 16 ചുണ്ടൻ വള്ളങ്ങളിൽ 9 എണ്ണവും ആലപ്പുഴ ജില്ലയിൽ നിന്ന് വന്ന വള്ളങ്ങളാണ്. എന്നാൽ കോട്ടയത്തു നിന്ന് സമീപ കാലങ്ങളിൽ വന്ന 4 ചുണ്ടൻ വള്ളങ്ങൾ കോട്ടയം ജില്ലയിൽ നിന്നുണ്ട്. ഇപ്പോൾ റോസ് കോർണർ എന്ന് പഴയകാലത്ത് നാമകരണം ചെയ്യപ്പെട്ടിരുന്ന നെഹ്റു പവലിയനാണ് ഇപ്പോൾ സ്ഥിരമായി തയ്യാറാക്കിയ ഒരു നെഹ്റു പവലിയൻ്റെ ദൃശ്യമാണ് കണ്ടത്. അതിനോട് ചേർന്ന് കായലിൽ തന്നെ നിരവധി വള്ളങ്ങളിലും അതുപോലെ ഹൗസ് ബോട്ടുകളിലുമായി ടൂറിസ്റ്റുകളും അതുപോലെ തദ്ദേശീയരായിട്ടുള്ള ആളുകളും വള്ളംകളി പ്രേമികളുമൊക്കെ എത്തിയിട്ടുണ്ട്. നെഹ്റു ട്രോഫിക്ക് മാത്രം പറ്റുന്ന അല്ലെങ്കിൽ അവിടെ മാത്രം സൗകര്യപ്രദമായ ഒരു സ്ഥലമാണ് ചെറമുറി മുതൽ നെഹ്റു പവലിയൻ വരെയുള്ള ഒരു ഇടഭാഗം. അവിടെ വള്ളങ്ങൾക്കും ബോട്ടുകൾക്കും വന്ന് ചേർന്ന് കിടന്ന് ട്രാക്കിനോട് അഭിമുഖമായി കിടന്ന് വള്ളത്തിൽ വന്ന് ഈ ജലമേള, ഈ മഹത്തായ ഒരു ജല കായിക മേള നേരിട്ട് ദർശിക്കുവാൻ സാധിക്കും. അങ്ങനെ പുന്നമടക്കായൽ എന്ന് പറയുമ്പോൾ ആലപ്പുഴ പട്ടണത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു ഭാഗമാണ് പുന്നമടക്കായൽ. ആ പുന്നമടക്കായൽ ഒരുപക്ഷെ വേമ്പനാട് കായലിൻ്റെ തെക്കേ അറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് വേമ്പനാട് കായലിൻ്റെ തെക്കേ അറ്റത്തു നിന്ന് ആരംഭിച്ച് ആലപ്പുഴ പട്ടണത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി പടർന്നു കിടക്കുന്ന പുന്നമടക്കായലാണ് നെഹ്റു ട്രോഫിയുടെ 1955 മുതലുള്ള വേദി. അൻപത്തിയാറാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ 57 വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്. 57 വള്ളങ്ങളിൽ തന്നെ 19 ചുണ്ടൻ വള്ളങ്ങളാണ്. ആ 19 ചുണ്ടൻ വള്ളങ്ങളിൽ 16 ചുണ്ടൻ വള്ളങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. 3 ചുണ്ടൻ വള്ളങ്ങളുടെ പ്രദർശന മത്സരവും കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രം തുഴയുന്ന ഒരു ചുണ്ടൻ വള്ളം ഇത്തവണത്തെ ഒരു പ്രത്യേകതയാണ്. ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ട് റവന്യൂ ഡിവിഷണൽ ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും ഏകദേശം 2 മാസക്കാലത്തോളമായി തീവ്രമായ പ്രയത്നത്തിലാണ്. അൻപത്തിയാറാമത് നെഹ്റു ട്രോഫി ജലമേളയിലെ വാശിയേറിയ പോരാട്ടങ്ങൾക്ക് ആരംഭം കുറിക്കുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരം അല്പ നിമിഷങ്ങൾക്കകം ആരംഭിക്കും. ഈ വിസ്മയത്തിൻ്റെ വാശിയേറിയ മുഹൂർത്തങ്ങൾ നിങ്ങൾക്കുമായി പങ്കുവയ്ക്കുന്നത് ജോസഫ് തായങ്കരി, എന്നോടൊപ്പം പ്രൊഫസർ ചെറിയാൻ അലക്സാണ്ടർ, പ്രൊഫസർ ബാബു സക്കറിയ എന്നിവരുമുണ്ട്. അല്പ നിമിഷങ്ങൾക്കകം ചുണ്ടൻ വള്ളങ്ങൾ 4 ചുണ്ടൻ വള്ളങ്ങൾ 4 ട്രാക്കുകളിലായി കിഴക്ക് നിന്ന് പടിഞ്ഞാറായി തിരിച്ച 4 ട്രാക്കുകളിലൂടെ ചാട്ടുളി പോലെ ഈ ചുണ്ടൻ വള്ളങ്ങൾ കടന്നു വരും. അവ സ്റ്റാർട്ടറുടെ അനുമതിക്കായി തയ്യാറായിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വർഷത്തെ ബോംബ് ഭീഷണിയും ഒക്കെ മുൻനിർത്തി കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബോംബ് സ്ക്വാഡ് ഇപ്പോൾ VIP പവലിയനും ഒക്കെ പരിശോധിക്കുന്ന ഒരു ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ വള്ളംകളി ആരംഭിച്ചിരിക്കുന്നത്. വളരെ സുസജ്ജമായ ഒരു നേതൃത്വമാണ് ഈ ജലമേളയ്ക്കുള്ളത്. ജില്ലാ കളക്ടർ ശ്രീ VK ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ വളരെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാവും പകലും ഇവിടെ മത്സരത്തിന് വേണ്ടി മത്സരം നല്ല രീതിയിൽ മുൻപോട്ട് നടത്തുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തി എല്ലാ ആളുകളെയും എല്ലാ കാഴ്ചക്കാരെയും ഒക്കെ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമായിരുന്നു ഇവിടോട്ട് കടത്തിവിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരം അങ്ങ് ആരംഭിച്ചിരിക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരത്തിൽ ഒന്നാമത്തെ ട്രാക്കിൽ ആനാരി പുത്തൻ ചുണ്ടൻ
ജോയിച്ചൻ പാലക്കൽ നയിക്കുന്ന ദേവമാതാ ബോട്ട് ക്ലബ്ബ് ചേന്നങ്കരി തുഴയുന്ന ആനാരി പുത്തൻചുണ്ടൻ ഒന്നാമത്തെ ട്രാക്കിൽ, രണ്ടാമത്തെ ട്രാക്കിൽ ആലപ്പാട് പുത്തൻചുണ്ടൻ MK രാധാകൃഷ്ണൻ BBC ചമ്പക്കുളം തുഴയുന്ന ആലപ്പാട് പുത്തൻചുണ്ടൻ രണ്ടാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ, മൂന്നാമത്തെ ട്രാക്കിൽ 2004 വിജയിയായ ചെറുതന വള്ളം കറ്റാനം സണ്ണി നയിക്കുന്ന ഏഞ്ചൽ ബോട്ട് ക്ലബ്ബ് മഞ്ചാടിക്കരി കോട്ടയം ജില്ലയിൽ നിന്ന് വന്ന ചെറുതന മൂന്നാമത്തെ ട്രാക്കിലൂടെ കടന്നു വരുന്നു. എന്നാൽ നാലാമത്തെ ട്രാക്കിൽ കരുവേറ്റ TK ബാലകൃഷ്ണൻ NBC നെടുമുടി തുഴയുന്ന കരുവേറ്റ നാലാമത്തെ ട്രാക്കിൽ. അങ്ങനെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഉള്ള 1, 2, 3, 4 എന്നീ ക്രമത്തിലുള്ള ട്രാക്കുകളിലൂടെ 4 കളിവള്ളങ്ങൾ തുഴഞ്ഞു വരുമ്പോൾ ഇപ്പോൾ മൂന്നാമത്തെ ട്രാക്കിലുള്ള ചെറുതന വള്ളം ഇതിനകം തന്നെ ചെറിയ ലീഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അങ്ങനെ 1986 പണിതുയർത്തിയ, അതുപോലെ പായിപ്പാട് വള്ളംകളിയിൽ നിരവധി തവണ ട്രോഫികൾ കരസ്ഥമാക്കിയ ചെറുതന തുടങ്ങിയ ഉടൻ തന്നെ ഹീറ്റ്സ് ആരംഭിച്ച ഉടൻ തന്നെ ലീഡ് നേടിയിരിക്കുകയാണ്. സ്വാഭാവികമായും മറ്റ് 3 കളിവള്ളങ്ങൾ ആനാരി പുത്തൻചുണ്ടനും ആലപ്പാട് പുത്തൻചുണ്ടനും കരുവേറ്റായും അല്പം ചെറുതനയുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പം ബലഹീനരാണ് എന്ന് പറയുവാൻ കഴിയുമെങ്കിൽ പോലും വാശിയേറിയ ഒരു പോരാട്ടത്തിൽ ചെറുതന തന്നെ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ്. എന്നാൽ ഒന്നാമത്തെ ട്രാക്കിലുള്ള ആനാരി പുത്തൻചുണ്ടൻ അത്രയൊന്നും തോൽവി ഇതുവരെ സമ്മതിച്ചിട്ടില്ല. വാശിയേറിയൊരു പോരാട്ടം ഇപ്പോൾ ചെറുതന തന്നെ മുന്നിട്ട് നിൽക്കുന്നു. 1986 നേരത്തെ പറഞ്ഞതുപോലെ ഈ വള്ളം പണിതുയർത്തിയത്. അതിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചെറുതന ചുണ്ടൻ കരക്കാർക്ക് നിരവധി വള്ളങ്ങൾ കൂലിക്കെടുത്ത് അവർ തുഴഞ്ഞ് മത്സരിക്കാറുണ്ടായിരുന്നു. അതിന് നേടിയ ചെറുതന ചുണ്ടൻ ഇതാ ഈ വർഷം 56ാമത്തെ നെഹ്റു ട്രോഫി കരസ്ഥമാക്കുവാനുള്ള ദൃഢപ്രതിജ്ഞയോടുകൂടി കോട്ടയത്ത് നിന്നെത്തിയ ഏഞ്ചൽ ബോട്ട് ക്ലബ്ബുകാര് തുഴഞ്ഞുകൊണ്ട് ചെറുതന ഇതാ മുന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ വള്ളപ്പാടുകൾക്ക്, കുട്ടനാടൻ ഭാഷയിൽ പറഞ്ഞാൽ വള്ളപ്പാടുകൾക്ക് മുന്നിട്ടുകൊണ്ട് ചെറുതന വ്യക്തമായ ലീഡ് കരസ്ഥമാക്കി അവർ കുതിച്ചു പായുകയാണ്. ആ ഓരോ നയമ്പുകളും 97 തുഴച്ചിൽക്കാരുടെ നയമ്പുകൾ അവർ സർവ്വശക്തിയും എടുത്തുകൊണ്ട് ആ ഫിനിഷിംഗ് പോയിന്റിനെ ലക്ഷ്യമാക്കി മുന്നേറുകയാണ്. ഒരുപക്ഷെ മറ്റ് ട്രോഫികളിലും മറ്റ് കളിവള്ളങ്ങളിലുമൊക്കെ വ്യക്തമായ ലീഡ് നേടിയാൽ സ്വാഭാവികമായി തുഴച്ചിൽക്കാർ അവരുടെ തുഴച്ചിലിൻ്റെ ആയം കുറയ്ക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ വ്യക്തമായി ആവേശത്തോടു കൂടി തന്നെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് തന്നെ അവർ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ ആദ്യപാദ മത്സരത്തിൽ ചെറുതന ചുണ്ടൻ ഏഞ്ചൽ ബോട്ട് ക്ലബ്ബ് ചീപ്പുങ്കൽ മഞ്ചാടിക്കരി കോട്ടയം ജില്ലയിൽ നിന്ന് വന്ന ചെറുതന ചുണ്ടൻ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. വ്യക്തമായ ലീഡോടെ വള്ളപ്പാടുകൾക്ക് മറ്റ് കളിവള്ളങ്ങളെ പിന്തള്ളി ചെറുതന 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. തൊട്ടടുത്തെന്ന് പറയുവാൻ സാധ്യമല്ല. ഇപ്പോഴും വ്യക്തമായ വള്ളപ്പാടുകൾക്ക് പിന്നിലാണ് മറ്റ് 3 കളിവള്ളങ്ങൾ. ഇപ്പോൾ ചെറുതന ചുണ്ടൻ 1ാമതായി ഫിനിഷ് ചെയ്തതിൻ്റെ സ്ലോ മോഷൻ ആണ് ഇപ്പോൾ കാണുന്നത്. ചെറുതന വ്യക്തമായ ലീഡോടുകൂടി ഫിനിഷ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആനാരി 2ാം സ്ഥാനത്തേക്ക് മുന്നിട്ട് നിൽക്കുന്നത് ആനാരി പുത്തൻചുണ്ടൻ ജോയിച്ചൻ പാലക്കൽ ദേവമാതാ ബോട്ട് ക്ലബ്ബ് ചേന്നങ്കരി തുഴയുന്ന ആനാരി 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ആനാരി ചുണ്ടനും നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കഥ പറയുവാനില്ല. പക്ഷേ നിരവധി തവണ ഫൈനലിലൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ആനാരി ഇപ്പോൾ 2ാം സ്ഥാനത്തെത്തി. ഇപ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ 2ാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിവരണം പ്രൊഫസർ ചെറിയാൻ അലക്സാണ്ടർ നൽകും. ചെറുതന ചുണ്ടൻ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. 2ാം സ്ഥാനത്ത് ആനാരി പുത്തൻചുണ്ടൻ, 3ാം സ്ഥാനം ആലപ്പാട് പുത്തൻചുണ്ടൻ നേടുമെന്ന് കരുതുന്നു. കാരണം ഇപ്പോഴും അവർ ഫിനിഷ് ചെയ്തിട്ടില്ല. 4ാം സ്ഥാനം കരുവാറ്റ ചുണ്ടനും ലഭിക്കാനുള്ള സാധ്യതയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ 2ാമത്തെ ഹീറ്റ്സിൽ മത്സരിക്കുന്ന വള്ളങ്ങൾ 1ാം ട്രാക്കിൽ സെയിൻറ്റ് ജോർജ്, അതിൻ്റെ ക്യാപ്റ്റൻ KC വർഗീസ്. ഈ വള്ളത്തെ ഇത്തവണ 56ാമത് ജലോത്സവത്തിൽ പുന്നമടയിൽ എത്തിച്ചിരിക്കുന്നത് സെയിൻറ്റ് ജോർജ് ബോട്ട് ക്ലബ് ചങ്ങങ്കേരി. 2ാമത്തെ ട്രാക്കിൽ ജവഹർ തായങ്കരി, അതിൻ്റെ ക്യാപ്റ്റൻ കിരൺ മാർഷൽ, ടൗൺ ബോട്ട് ക്ലബ് കൊല്ലം തുഴയുന്ന ജവഹർ തായങ്കരി. 3ാമത്തെ ട്രാക്കിൽ ആയാപറമ്പ് വലിയ ദിവാൻജി. അമൃത ബോട്ട് ക്ലബ് തെക്കൻ പറവൂർ ആണ് പുന്നമടയിൽ ഇത്തവണ ആ വള്ളത്തെ എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്യാപ്റ്റൻ ES ധർമ്മജൻ. 4ാമത്തെ ട്രാക്കിൽ പായിപ്പാട് കുമരകം ബോട്ട് ക്ലബ് കുമരകം കോട്ടയം കൊണ്ടുവന്നിരിക്കുന്ന ജെയിംസ് കുട്ടി ജേക്കബ് ക്യാപ്റ്റനായിട്ടുള്ള പായിപ്പാട്.
അങ്ങനെ 4 വള്ളങ്ങൾ രണ്ടാം ഹീറ്റ്സിൽ 56ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നു. ഒന്നാം ട്രാക്കിലെ സെയിന്റ് ജോർജ് പണിതിറക്കി അരനൂറ്റാണ്ടിനിടയിൽ ഒരിക്കൽ മാത്രമേ നെഹ്റു ട്രോഫിയിൽ മുത്തമിടാനായിട്ടുള്ളൂവെങ്കിലും ചങ്ങങ്കരിയുടെ തുഴച്ചിലാവേശമായ സെന്റ് ജോർജ് ഉണ്ടൻ ഇക്കുറിയും വിജയപ്രതീക്ഷയുമായാണ് പുന്നമടയിൽ തുഴയെറിയുന്നത്. 1964 കൈനഗേരിയിലെ UVC ക്ലബ് തുഴഞ്ഞാണ് സെയിന്റ് ജോർജ് നെഹ്റു ട്രോഫിയിൽ വിജയിച്ചത്. എടത്വായുടെ നാമഹേതുകാരണത്തിന് കാരണമായ എടത്വാ പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പേരാണ് ചുണ്ടന് നൽകിയിരിക്കുന്നത്. KC വർഗീസ് കളത്തിൽ ക്യാപ്റ്റനായുള്ള ചങ്ങങ്കേരി ബോട്ട് ക്ലബാണ് ഇക്കുറി സെന്റ് ജോർജ് ചുണ്ടനെ നെഹ്റു ട്രോഫിയിൽ എത്തിച്ചിരിക്കുന്നത്. ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ചുള്ള ഒരു പൊരുതലാണ് രണ്ടാം ഹീറ്റ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ട്രാക്കിൽ ജവഹർ തായങ്കേരി ഇതാ വള്ളത്തിന്റെ വേഗതയ്ക്ക് ആക്കം കൂട്ടാനായിട്ട് വള്ളത്തിൽ ഇടിച്ചും വിസിലടിച്ചും പാട്ടുപാടിയും ഒക്കെ ഇതാ വള്ളത്തെ മുന്നോട്ട് കുതിപ്പിക്കുന്നു. ഇപ്പോൾ ഏത് വള്ളമാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് വ്യക്തമായി പറയാൻ കഴിയില്ലെങ്കിലും സെയിന്റ് ജോർജ് തന്നെയാണ് അല്പം മുന്നിൽ. പായിപ്പാടൻ ചുണ്ടൻ ഇപ്പോൾ ലീഡ് നേടിയിരിക്കുന്നു. സെയിന്റ് ജോർജ്, ജവഹർ തായങ്കേരി, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, പായിപ്പാട് എന്നീ 4 വള്ളങ്ങൾ മത്സരിക്കുന്ന രണ്ടാം ഹീറ്റ്സിൽ പായിപ്പാടിനാണ് ഇപ്പോൾ അല്പം മുന്നേറ്റം. രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള ഒരേ ഒരു വള്ളമാണ് ജവഹർ തായങ്കേരി. ജവഹറും പായിപ്പാടും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാം ഹീറ്റ്സിലെ ജവഹർ തായങ്കേരി, 4ാം ഹീറ്റ്സിലെ പായിപ്പാട്, ഈ 2 വള്ളങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. നെഹ്റു ട്രോഫിയുടെ പ്രഥമ ശില്പിയായ പ്രൈം മിനിസ്റ്റർ ട്രോഫിക്ക് വേണ്ടിയുള്ള ആദ്യ മത്സരം പുന്നമടയിൽ നടന്ന 1952 തായങ്കേരിയിൽ നെഹ്റുവിന്റെ സ്മരണാർത്ഥം ഒരു തുഴച്ചിൽ ക്ലബ്ബ് രൂപപ്പെട്ടത്. ഇപ്പോൾ വലിയ ദിവാഞ്ചിയും പായിപ്പാടും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണിതെന്ന് തോന്നിപ്പോകുന്നു. രണ്ടാം ഹീറ്റ്സിൽ മത്സരിക്കുന്ന സെയിന്റ് ജോർജ്, ജവഹർ തായങ്കേരി, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, പായിപ്പാട്. 6ാം നമ്പർ പായിപ്പാട്. 15ാം നമ്പർ വള്ളം പായിപ്പാടാണ് ഇപ്പോൾ വ്യക്തമായ ലീഡിൽ. പായിപ്പാട് തന്നെ. 2ാം സ്ഥാനം സെയിന്റ് ജോർജ് ആണെന്ന് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥ വെച്ച്. ജവഹർ ആണോ സെയിന്റ് ജോർജ് ആണോ പായിപ്പാടനാണോ എന്നറിയാൻ വയ്യാത്ത വിധത്തിൽ മുന്നേറി ഇപ്പോൾ പായിപ്പാടിന് വ്യക്തമായിട്ടുള്ള ലീഡ്. പായിപ്പാടിന് തൊട്ട് പിന്നെ തന്നെ ജവഹർ തായങ്കേരി. ഈ 2 വള്ളങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. 4ാം ട്രാക്കിൽ തുഴയുന്ന 15ാം നമ്പർ വള്ളം പായിപ്പാട്, ജവഹർ, വലിയ ദിവാഞ്ചി എന്നീ വള്ളങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമായി മാറിയിരിക്കുകയാണ്. സെയിന്റ് ജോർജ് വളരെ പിന്നിലാണ്. സെയിന്റ് ജോർജ്, ജവഹർ തായങ്കേരി, ആയാപറമ്പ്, വലിയ ദിവാഞ്ചി, പായിപ്പാട് എന്നീ വള്ളങ്ങൾ മത്സരിക്കുന്നു. ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പി രാജാ കേശവദാസിന്റെ പേരിലുള്ള വള്ളമാണ് വലിയ ദിവാഞ്ചി. അങ്ങനെ 4 വള്ളങ്ങൾ പങ്കെടുക്കുന്നു. പായിപ്പാടൻ ചുണ്ടൻ, നിലവിലെ ജേതാവായ പായിപ്പാടൻ ചുണ്ടൻ ഇക്കുറി നെഹ്റു ട്രോഫിക്ക് എത്തിച്ചിരിക്കുന്നത് കുമരകം ബോട്ട് ക്ലബാണ്. ജെയിംസ് കുട്ടിയാണ് ക്യാപ്റ്റൻ. ജവഹറും പായിപ്പാടും തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ് രണ്ടാം ഹീറ്റ്സിൽ നടക്കുന്നത്. ജവഹറാണോ പായിപ്പാടാണോ മുന്നിൽ വരുന്നതെന്ന് വ്യക്തമായി പറയാൻ വയ്യെങ്കിലും ഏതാണ്ട് ആവേശഭരിതമായിട്ടുള്ള ഒരു മത്സരമാണ്. ജവഹറാണിപ്പോൾ മുന്നിൽ. പായിപ്പാട് തൊട്ട് പിന്നിലുണ്ട്. ജവഹർ തായങ്കേരി 2ാം ട്രാക്കിൽ തുഴയുന്ന ജവഹറിനെ പിന്തള്ളിക്കൊണ്ടിപ്പോൾ പായിപ്പാട്. 4ാം ട്രാക്കിൽ തുഴയുന്ന നിലവിലത്തെ ജേതാവ് പായിപ്പാടൻ, ജെയിംസ് കുട്ടി ജേക്കബ് ക്യാപ്റ്റനായിട്ടുള്ള പായിപ്പാട്. കുമരകം ബോട്ട് ക്ലബ്, കുമരകം 56ാം ജലോത്സവത്തിലുള്ള പായിപ്പാടൻ. 17ാം നമ്പർ ജവഹർ തായങ്കേരിയാണ് ഇപ്പോൾ പായിപ്പാടൻ തന്നെയാണ് ഒന്നാമതായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. 2ാം ഹീറ്റ്സിൽ പായിപ്പാട് വിജയിച്ചിരിക്കുന്നു. 2ാം സ്ഥാനം ജവഹർ തായങ്കേരി. 3ാമത്തത് ആയാപറമ്പ്, വലിയ ദിവാഞ്ചി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. സെയിന്റ് ജോർജ് വളരെ പിന്നിലാണ്. അങ്ങനെ വളരെ വാശിയേറിയ ഒരു മത്സരമാണ് 2ാം ഹീറ്റ്സിൽ നടന്നത്. തുടർന്നുള്ള വിവരണം നൽകുന്നതിന് ഞാൻ ശ്രീ ജോയിക്ക് മൈക്ക് കഴിയുന്നു. നന്ദി പ്രൊഫസർ ചെറിയാൻ അലക്സാണ്ടർ. വളരെ വാശിയേറിയ ഒരു പോരാട്ടമായിരുന്നു ചുണ്ടൻ വള്ളങ്ങളുടെ 2ാമത്തെ ഹീറ്റ്സിൽ നടന്നത്. ഇഞ്ചോടിഞ്ച് പരിധി 4ാമത്തെ ട്രാക്കിലെ പായിപ്പാടൻ ചുണ്ടനും 2ാമത്തെ ട്രാക്കിലെ ജവഹർ തായങ്കരിയും ഇഞ്ചോടിഞ്ച് പരിധി ഏകദേശം തുല്യ നിലയിൽ തന്നെ ഫിനിഷ് ചെയ്ത ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. വളരെ മനോഹരമായ ഒരു തുഴച്ചിലായിരുന്നു. കൊല്ലം ടൗൺ ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കിരൺ മാർഷൽ നയിച്ച ജവഹർ തായങ്കരിയും അതുപോലെ ജെയിംസ് കുട്ടി ജേക്കബ് കുമരകം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ പായിപ്പാടനും കഴിഞ്ഞ വർഷത്തെ വിജയിയായ പായിപ്പാടനും തമ്മിലുള്ള വളരെ ഒരു പൊരിഞ്ഞ പോരാട്ടമായിരുന്നു ഈ വർഷത്തെ നെഹ്റു ട്രോഫിയിൽ ഇവിടെ 2ാമത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ 2ാമത്തെ ഹീറ്റ്സിൽ നടന്നത്. അതിൻ്റെ
ഇപ്പോൾ രണ്ടാമത്തെ ഹീറ്റ്സിലെ മൂന്നാം സ്ഥാനത്തേക്ക് ആയാപറമ്പ് വലിയ ദിവാഞ്ചി കടന്നു വരുന്നു. അതുപോലെ നാലാം സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് സെയിന്റ് ജോർജ് വള്ളമാണ്. സെയിന്റ് ജോർജ് വള്ളം ഇപ്പോൾ കടന്നു വരുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാമത്തെ ഹീറ്റ്സിൽ സെയിന്റ് ജോർജ് വള്ളം പിന്നിലായി കടന്നു വരികയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാമത്തെ ഹീറ്റ്സിൽ വാശിയേറിയൊരു പോരാട്ടമായിരുന്നു. ജവഹർ തായങ്കരിയും പായിപ്പാടനും തമ്മിൽ വളരെ വാശിയേറിയൊരു പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ആദ്യ ഹീറ്റ്സിൽ ചെറുതനയ്ക്ക് വ്യക്തമായ ലീഡ്, എതിരാളികൾ ദുർബലരായ എതിരാളികൾ ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഹീറ്റ്സിൻ്റെ അതുപോലെ ഒന്നാമത്തെ ഹീറ്റ്സിൻ്റെയും റിസൾട്ട് ഔദ്യോഗികമായി ജഡ്ജസ് പ്രഖ്യാപിച്ചിട്ടില്ല. അത് പ്രഖ്യാപിക്കുന്ന മുറയ്ക്ക് ഞങ്ങൾ മാന്യ പ്രേക്ഷകർക്ക് നൽകുന്നതാണ്. ഇനി ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാമത്തെ ഹീറ്റ്സാണ് നടക്കുവാനുള്ളത്. മൂന്നാമത്തെ ഹീറ്റ്സ് അല്പ നിമിഷങ്ങൾക്കകം ആരംഭിക്കും. മൂന്നാമത്തെ ഹീറ്റ്സിൽ 4 കളിവള്ളങ്ങൾ കാരിച്ചാൽ, നടുഭാഗം, ചമ്പക്കുളം, വെള്ളംകുളങ്ങര എന്നിങ്ങനെ 4 കളിവള്ളങ്ങളാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാം പാദ മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. വിശിഷ്ട അതിഥികളുടെ പവലിയൻ ചെങ്ങന്നൂർ MLA ശ്രീ വിഷ്ണുനാഥ്, അതുപോലെ തന്നെ ശ്രീ KC വേണുഗോപാൽ, ശ്രീ CK സദാശിവൻ, മന്ത്രിമാരായ കോടിയേരി ബാലകൃഷ്ണൻ, M വിജയകുമാർ, MLA തോമസ് ചാണ്ടി, വിശിഷ്ട കേന്ദ്രമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ മുതലായ ആളുകൾ വിശിഷ്ടാതിഥികളുടെ പന്തലിലുണ്ട്. ചുണ്ടൻ വള്ളങ്ങളുടെ വാശിയേറിയൊരു പോരാട്ടം, രണ്ടാമത്തെ ഹീറ്റ്സിൽ വാശിയേറിയൊരു പോരാട്ടത്തിന് ശേഷം അല്പം അവ്യക്തത നടക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ റിസൾട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ അറിയിക്കുന്നതാണ്. ഈ വർഷം ആവേശപൂർവ്വം ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്നു. ഇക്കുറി വളരെയേറെ ആവേശകരമായാണ് വള്ളംകളി പ്രേമികളും വള്ളം തുഴച്ചിക്കാരും ഇവിടെ എത്തിയിരിക്കുന്നത്. ഗവൺമെന്റ് ഇതിനെ സ്പോർട്സിനമായി കായിക ഇനമായി പ്രഖ്യാപിച്ചതോടെ വള്ളംകളി പ്രേമികളുടെ ഇടയിൽ ആവേശം അലതല്ലുകയാണ്. ഇപ്പോഴെങ്കിലും ഈ വള്ളത്തിൽ തുഴയുന്ന കാലിന്റെ കരബലമുള്ള കുട്ടനാട്ടുകാർക്ക് അംഗീകാരം കിട്ടിയെന്നൊരു സൂചന കൂടിയാണ് ഇപ്പോൾ ഇവിടെ കടക്കുന്നത്. ഈ നെഹ്റു ട്രോഫി അടക്കുന്ന പുന്നമടക്കായലിലെ കുഞ്ഞോളങ്ങളെ കോരിത്തരിപ്പിച്ചുകൊണ്ട് ജനരാജാക്കന്മാർ കുത്തി എറിഞ്ഞ് പാഞ്ഞ് മുന്നോട്ട് വന്നപ്പോൾ വിദേശീയരും സ്വദേശീയരുമായ 10,000 ആർത്ത് വിളിച്ചുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇക്കുറി നെഹ്റു ട്രോഫിയുടെ ആവേശം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു. കായിക ഇനമായി പ്രഖ്യാപിച്ചതോടുകൂടി കായിക പ്രേമികൾക്ക് ഈ വള്ളംകളിയെ വളരെ സന്തോഷപൂർവ്വം വീക്ഷിക്കുന്ന കാഴ്ച ആവേശത്തിലും അതാണ് ഇവിടെ അലതല്ലുന്നത്. ഈ പുന്നമടക്കായലിൽ കേരള നിയമസഭയിൽ ഉയർത്തിയ അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പ്രകാരം, ആവശ്യപ്രകാരം സ്പോർട്സ് മന്ത്രി ഈ വള്ളംകളിയെ സ്പോർട്സിനുമായി പ്രഖ്യാപിച്ചത് ഇത് കുട്ടനാടിന്റെ മൂന്നാമത്തെ ഹിറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. ഒന്നാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ, രണ്ടാമത്തെ ട്രാക്കിൽ നടുഭാഗം, മൂന്നാമത്തെ ട്രാക്കിൽ ചമ്പക്കുളം, നാലാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങര. 4 ചുണ്ടൻ വള്ളങ്ങൾ. ഒന്നാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാൽ വള്ളത്തിൽ തുഴയുന്നത് ജിജി ജേക്കബ് പൊള്ളയിൽ ക്യാപ്റ്റനായ ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലമാണ്. എന്നാൽ രണ്ടാമത്തെ ട്രാക്കിലുള്ള നടുഭാഗം വള്ളത്തിൽ തുഴയുന്നത് ജോൺസൺ വടക്കേപ്പറമ്പ് ക്യാപ്റ്റനായ SN ബോട്ട് ക്ലബ്ബ് ചെമ്പുംപുറം ചമ്പക്കുളമാണ്. മൂന്നാമത്തെ ട്രാക്കിലുള്ള ചമ്പക്കുളം വള്ളത്തിൽ തുഴയുന്നത് PJ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ജയശ്രീ ബോട്ട് ക്ലബ്ബ് വെളിയനാടാണ്. നാലാമത്തെ ട്രാക്കിൽ വെള്ളംകുളങ്ങരയിൽ മത്സരിക്കുവാനായി എത്തിയിട്ടുള്ളത് ഡോക്ടർ PR കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള നവജീവൻ ബോട്ട് ക്ലബ്ബ് ആർപ്പൂക്കരയാണ്. അങ്ങനെ ആലപ്പുഴ, കൊല്ലം,
കോട്ടയം ജില്ലകളിലായി പടർന്നു കിടക്കുന്ന 4 ബോട്ട് ക്ലബ്ബുകളുടെ ഒരു പോരാട്ടമാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാമത്തെ ഗീച്ചിൽ നടക്കുന്നത്. കാരിച്ചാൽ ഒന്നാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ വിജയത്തിന്റെ ഒരുപിടി കഥകൾ പറയുവാനുള്ള കാരിച്ചാൽ കൊല്ലത്തെ ജീസസ് ബോട്ട് ക്ലബ്ബുമായി ഇവിടെ എത്തിയിരുമ്പോൾ 12 വർഷത്തെ വിജയകഥകൾ 1982 മുതൽ ആരംഭിച്ച 56ാമത് 55 56 നെഹ്റു ട്രോഫിയിൽ 12 ട്രോഫികൾ കരസ്ഥമാക്കാൻ ഭാഗ്യം സിദ്ധിച്ച കാരിച്ചാൽ ഇപ്പോൾ കാണുന്നത് ചുണ്ടൻ വെള്ളത്തിന്റെ നടുക്കുഭാഗത്തുള്ള ഇടുത്തടിക്കാരന്റെ താളബോധം അനുസരിച്ചാണെങ്കിൽ അല്ലെങ്കിൽ ആ താളത്തിനനുസരിച്ചാണ് ചുണ്ടൻ വെള്ളത്തിലെ തുഴച്ചിൽക്കാർ തുഴയുന്നത്. ആ താളം വഞ്ചിപ്പാട്ട് മലയാള സാഹിത്യത്തിന് മാത്രം ഒരു ഭാഗ്യമായി സിദ്ധിച്ച സാഹിത്യ സൃഷ്ടിയായി സിദ്ധിച്ച വഞ്ചിപ്പാട്ടിന്റെ താളമാണ് വള്ളംകളിയുടെ ദ്രുതതാളം. കിഴക്കൻ മേഖലയിലും പടിഞ്ഞാറൻ മേഖലയിലും 2 തരത്തിൽ വഞ്ചിപ്പാട്ട് പാടാറുണ്ട്. അതിൻ്റെയൊക്കെ താളലയ സമൃദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ വിദേശികൾ ഈ വള്ളംകളി കാണുമ്പോൾ അങ്ങ് മൂന്നാമത്തെ ഗീറ്റ്സിൽ വാശിയേറിയ ഒരു പോരാട്ടത്തിൽ 4 ചുണ്ടൻ വള്ളങ്ങൾ കടന്നു വരികയാണ്. ഒന്നാമത്തെ ട്രാക്കിലുള്ള കാരിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ 1 ഡസൻ തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയ കാരിച്ചാൽ 1974, 75, 76, 80, 82, 83, 84, 86, 87, 2003, 2001 എന്നീ വർഷങ്ങളിൽ നെഹ്റു ട്രോഫിയിൽ മുത്തമിടുവാൻ ഭാഗ്യം സിദ്ധിച്ച കാരിച്ചാൽ ഇക്കുറി കാരിച്ചാലുമായി എത്തിയിട്ടുള്ളത് ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലമാണ്. കൊല്ലംകാർ ഒരു പ്രത്യേക രീതിയിലാണ് തുഴയുന്നത്. ഈ വർഷം അവർ 2 ചുണ്ടൻ വള്ളങ്ങളിൽ കൊല്ലം ജില്ലയിൽ നിന്ന് മത്സരിക്കുന്നു. ജവഹർ തായങ്കരിയും കാരിച്ചാലും 70കളിലെ അവസാനം മുതൽ 80കളിൽ വരെ നെഹ്റു ട്രോഫിയിൽ സ്ഥിരവൈരികളായിരുന്ന കാരിച്ചാലിൻ്റെയും ജവഹർ തായങ്കരിയെയും കൊല്ലം ജില്ലക്കാർ ഇത്തവണ ദത്തെടുത്ത പോലെ ആ കൊല്ലത്തു നിന്ന് 2 ക്ലബ്ബുകൾ കാരിച്ചാലിലും ജവഹർ തായങ്കരിയിലും തുഴയുന്നു. മൂന്നാമത്തെ ഗീറ്റ്സിൽ കാരിച്ചാലിൽ ജീസസ് ബോട്ട് ക്ലബ്ബ് കൊല്ലം തുഴഞ്ഞു വരുമ്പോൾ രണ്ടാമത്തെ ട്രാക്കിലുള്ള നടുഭാഗത്തിൽ തുഴയുന്നത് ജോൺസൺ വടക്കേപ്പറമ്പ് ചെമ്പമ്പുറം SN ബോട്ട് ക്ലബ്ബുകാരാണ്. അവര് കഥകൾ പറയുവാനുള്ള വള്ളമാണ് നെഹ്റു ട്രോഫിയിൽ നടുഭാഗം ചുണ്ടനുണ്ട്. എന്നാൽ 1952 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കേരളം സന്ദർശിച്ചപ്പോൾ നടന്ന 9 കളിവള്ളങ്ങളുടെ ഒരു മത്സരത്തിൽ ഒരു പ്രദർശന തുഴച്ചിലിനേക്കാൾ ഉപരി വാശിയേറിയ ഒരു പോരാട്ടത്തിൽ നെഹ്റുവിൻ്റെ മനം കവർന്ന നടുഭാഗം ചുണ്ടൻ അദ്ദേഹം ഇന്ന് വേമ്പനാട് കായലിൻ്റെ തെക്കേ അറ്റത്തുള്ള ആ മൺട്രോത്തുരുത്തിന് സമീപമുള്ള പന്തലിൽ ഇരുന്നു കൊണ്ട് നടുഭാഗം കുതിച്ചു വന്ന് മറ്റ് ചുണ്ടൻ വെള്ളങ്ങളെ പിന്നിലാക്കിയത് കണ്ടപ്പോൾ ആവേശഭരിതനായി അതിൽ ചാടിക്കയറി ആലപ്പുഴ ജെട്ടി വരെ കടന്നുപോയ ഒരു സംഭവമാണ് നെഹ്റു ട്രോഫിയുടെ ആധാരം തന്നെ. അങ്ങനെ ചരിത്രമുറങ്ങുന്ന വള്ളമായ നടുഭാഗം 2ാം ട്രാക്കിലൂടെ ചരിത്രം മാത്രം അവശേഷിപ്പിച്ചുകൊണ്ട് പഴയ പ്രതാപങ്ങളൊക്കെ നഷ്ടപ്പെട്ട നടുഭാഗം ഇപ്പോൾ 2ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 3ാം ട്രാക്കിൽ കടന്നു വരുന്നത് ചമ്പക്കുളം വള്ളമാണ്. ചമ്പക്കുളം വള്ളം നിരവധി തവണ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയതുണ്ട് വള്ളമാണ്. അതുപോലെ 1989-ലും 90-ലും 91-ലും 94-ലും 95-ലും 96-ലും 98-ലും 2001-ൽ പുതുക്കിപ്പണിത ഈ ചമ്പക്കുളം ചുണ്ടൻ നെഹ്റു ട്രോഫി കരസ്ഥമാക്കിയെങ്കിൽ 2 പ്രാവശ്യം ഹാട്രിക്ക് നേടാൻ ഭാഗ്യം സിദ്ധിച്ച വള്ളമാണ് ചമ്പക്കുളം. എന്നാൽ വെള്ളംകുളങ്ങര 4ാമത്തെ ട്രാക്കിലുള്ള വെള്ളംകുളങ്ങര ഡോക്ടർ PR കുറുപ്പ് നവജീവൻ ബോട്ട് ക്ലബ്ബ് ആർപ്പുക്കര തുഴയുന്ന പഴയ നെപ്പോളിയൻ വള്ളമാണ്. പഴയ നെപ്പോളിയൻ നിരവധി തവണ പണ്ട് കാവാലവും നെപ്പോളിയനുമായിരുന്നു 60കളിലും 50കളിലും നെഹ്റു ട്രോഫിയിലെ ബദ്ധവൈരികൾ. അവർ മാറി മാറി നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടുകൊണ്ടിരുന്ന 50കളിലും 60കളിലും നെപ്പോളിയനും കാവാലവും കൂടെ മത്സരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ നെടുമുടിയിലുള്ള ഒരു പൂപ്പള്ളി എന്ന കുടുംബവകയായ നെപ്പോളിയൻ ഇപ്പോൾ വെള്ളംകുളങ്കരക്കാർ സ്വന്തമാക്കി നീട്ടിപ്പണത് 1988-ൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ വള്ളമാണ്. ഇപ്പോൾ വളരെ വാശിയേറിയ ഒരു പോരാട്ടത്തിൽ കാരിച്ചാൽ തന്നെ 1ാം ട്രാക്കിലുള്ള കാരിച്ചാൽ 4ാം ട്രാക്കിലുള്ള വെള്ളംകുളങ്ങരയും കാരിച്ചാലും തമ്മിലുള്ള ഒരു മത്സരമാണ് നടക്കുന്നത്. ഇപ്പോൾ 1ാം ട്രാക്കിലെ കാരിച്ചാൽ തന്നെ കാരിച്ചാൽ 1ാമതായി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ജിജി ജേക്കബ് പൊള്ളയിൽ നയിച്ച കാരിച്ചാൽ ജീസസ് ബോട്ട് ക്ലബിൻ്റെ കാരിച്ചാൽ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ 3ാമത്തെ ഹീറ്റ്സിൽ കാരിച്ചാലിൻ്റെ വിജയമുഹൂർത്തങ്ങളുടെ സ്ലോ മോഷനാണ് ഇപ്പോൾ കാണുന്നത്. കാരിച്ചാലിൻ്റെ 1ാം സ്ഥാനം, തൊട്ടടുത്ത് വെള്ളംകുളങ്ങര, വെള്ളംകുളങ്ങര, ചമ്പക്കുളം, നടുഭാഗം എന്നീ ക്രമത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ 3ാമത്തെ ഹീറ്റ്സിൽ ചുണ്ടൻ വള്ളങ്ങൾ എത്തിയിരിക്കുകയാണ്.
വാശിയേറിയൊരു പോരാട്ടം എന്ന് പറയുവാൻ സാധ്യമല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് എങ്കിലും കാരിച്ചാലും വെള്ളംകുളങ്ങരയും തമ്മിൽ ഒരു പോരാട്ടം നടന്നിരുന്നു. വളരെ വാശിയേറിയ ഒരു പോരാട്ടം നടന്നത് ചുണ്ടൻ വള്ളങ്ങളുടെ രണ്ടാമത്തെ ഹീറ്റ്സിലാണ്, പായ്പാടനും ജവഹർ തായങ്കരിയും തമ്മിൽ. എന്നാൽ ചുണ്ടൻ വള്ളങ്ങളുടെ മൂന്നാമത്തെ ഹീറ്റ്സിൽ കാരിച്ചാൽ ഇപ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ നാലാമത്തെ ഹീറ്റ്സ് ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ വിവരണം ശ്രീ ചെറിയാൻ അലക്സാണ്ടർ നൽകും. ചുണ്ടൻ വള്ളങ്ങളുടെ നാലാം ഹീറ്റ്സ് മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പട്ടാറ ചുണ്ടൻ, ശ്രീ ഗണേഷ്, കരുവാറ്റ ശ്രീ വിനായകൻ, കല്ലൂപ്പറമ്പൻ എന്നീ 4 വള്ളങ്ങളാണ് നാലാം ഹീറ്റ്സിൽ പങ്കെടുക്കുന്നത്. പട്ടാറ ചുണ്ടൻ ഒന്നാം ട്രാക്കിൽ തുഴയുന്നു. ടൗൺ ക്ലബ്, പ്രശസ്തമായ ടൗൺ ബോട്ട് ക്ലബ് കുമരകമാണ് പട്ടാറ ചുണ്ടനെ ഇക്കുറി നെഹ്റു ട്രോഫി ജലോത്സവത്തിന് എത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ ക്യാപ്റ്റൻ കുഞ്ഞുമോൻ മേൽവള്ളി. രണ്ടാം ട്രാക്കിൽ ശ്രീ ഗണേഷ്, സുനിൽ ജോസഫ് ക്യാപ്റ്റനായിട്ടുള്ള ശ്രീ ഗണേഷ് ടൗൺ ബോട്ട് ക്ലബ് ആണ് ഈ വള്ളം ഇത്തവണ തുഴയുന്നത്. വിശിഷ്ടാതിഥി ശ്രീ സുശീൽ കുമാർ ഷിൻഡെ മറ്റ് അതിഥികളോടൊപ്പം ജില്ലാ കളക്ടറോടൊപ്പം നെഹ്റു ട്രോഫി വള്ളംകളി ഒരു സ്പീഡ് ബോട്ടിൽ കയറി ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് വീക്ഷിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അങ്ങനെ വളരെയധികം ആവേശഭരിതമായിട്ടുള്ള ഒരു ജലമേളയാണ് പുന്നമടയിൽ നടക്കുന്നത്. മൂന്നാം ട്രാക്കിൽ തുഴയുന്നത് കരുവാറ്റ ശ്രീവിനായകൻ, ജോസഫ് ഫ്രാൻസിസ് ക്യാപ്റ്റനായിട്ടുള്ള പുന്നമട ബോട്ട് ക്ലബിന്റെ കരുവാറ്റ ശ്രീവിനായകൻ. നാലാം ട്രാക്കിൽ കല്ലൂപ്പറമ്പൻ. ദൂരദർശൻ വളരെയധികം ശ്രമകരമായ ഒരു ജോലിയാണ് ഈ തത്സമയ സംപ്രേഷണത്തിലൂടെ നടത്തുന്നത്. നാലാമത്തെ ട്രാക്കിൽ കല്ലൂപ്പറമ്പൻ, CJ എബ്രഹാം ക്യാപ്റ്റനായിട്ടുള്ള സെയിന്റ് ജോർജ് ബോട്ട് ക്ലബിന്റെ കല്ലൂപ്പറമ്പൻ. വള്ളത്തിലും വെള്ളത്തിലും കരയിലും വൃക്ഷത്തിന്റെ മുകളിലുമൊക്കെ കാണികൾ തിങ്ങിക്കൂടിയിരിക്കുകയാണ് ഈ ജലമാമാങ്കൻ കാണാനായിട്ട്. പട്ടാറ ചുണ്ടൻ, ശ്രീ ഗണേശൻ, കരുവാറ്റ ശ്രീവിനായകൻ, കല്ലൂപ്പറമ്പൻ എന്നീ 4 വള്ളങ്ങളാണ് ഈ നാലാം ഹീറ്റ്സിൽ പങ്കെടുക്കുന്നത്. നെഹ്റു ട്രോഫിയിൽ പലതവണ പങ്കെടുത്തിട്ടുള്ള പട്ടാറ ചുണ്ടനെ ഇത്തവണ പുന്നമടയിൽ എത്തിച്ചിരിക്കുന്നത് പ്രശസ്തമായ ടൗൺ ബോട്ട് ക്ലബാണ്. തേച്ചുമിരിക്കിയാൽ കാന്തിയും മൂല്യവും വർദ്ധിക്കുമെന്നതിന് തെളിവാണ് ശ്രീ ഗണേഷ് ചുണ്ടൻ രണ്ടാം ട്രാക്കിൽ തുഴയുന്നു. പായിപ്പാട് കരക്കാർ വിറ്റ ഈ ചുണ്ടൻ ഇതുവരെ നെഹ്റു ട്രോഫി നേടിയിട്ടില്ലെങ്കിലും മറ്റൊരു ചുണ്ടനും കരസ്ഥമാക്കാൻ കഴിയാത്ത റെക്കോർഡിനുടമയാണ്. നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ 4.44 സെക്കൻഡ് കൊണ്ട് 2006 ആദ്യ ഹീറ്റ്സിൽ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് തുഴഞ്ഞെറിഞ്ഞതായിരുന്നു ആ റെക്കോർഡ്. കൊല്ലം ജീസസ് ക്ലബ്ബായിരുന്നു അന്ന് ശ്രീ ഗണേശനെ നയിച്ചത്. 2 സമഗ്രമായ പുതുക്കിപ്പിണിയിലൂടെ കരുത്തനായ ശ്രീ ഗണേശനിൽ ജലോത്സവ പ്രേമികൾ പ്രതീക്ഷ പുലർത്തുന്നു. ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബാണ് ഇത്തവണ നെഹ്റു ട്രോഫിയിൽ ശ്രീ ഗണേശനെ എത്തിച്ചിരിക്കുന്നത്. സുനിലാണ് ശ്രീ ഗണേശന്റെ ക്യാപ്റ്റൻ. വള്ളത്തിൽ 88 തുഴച്ചിൽക്കാർക്കാണ് സൗകര്യമുള്ളത്. കൂടാതെ 9 നിലയാളിനും 5 അമരക്കാരനും. VIP പവലിയിൽ നിന്നുള്ള ഒരു ദൃശ്യം. എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും എല്ലാ ദേശങ്ങളിൽ നിന്നും എല്ലാ പ്രദേശങ്ങളിൽ നിന്നും പുന്നമടയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് 7ാം നമ്പർ പട്ടാറ ചുണ്ടൻ. ടൗൺ ബോട്ട് ക്ലബ് കുമരകം നെഹ്റു ട്രോഫിയിൽ എത്തിയിരിക്കുന്ന പട്ടാറ ചുണ്ടനാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. പട്ടാറ ചുണ്ടൻ 7ാം നമ്പർ വള്ളം പട്ടാറ ചുണ്ടൻ ആണ് മുന്നിൽ. 4ാം ട്രാക്കിൽ തുഴയുന്നത് കല്ലൂപ്പറമ്പനാണ്. 1971, 72, 73, 92, 93 എന്നീ വർഷങ്ങളിലെ നെഹ്റു ട്രോഫി ജേതാവാണ് കല്ലൂപ്പറമ്പൻ. അങ്ങനെ 4 പേരുകേട്ട വള്ളങ്ങളാണ് നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ 56ാം നെഹ്റു ട്രോഫി ജലോത്സവത്തിലെ 4ാം ഹീറ്റ്സിൽ തുഴയുന്നത്. പട്ടാറ ചുണ്ടൻ, ശ്രീ ഗണേഷ്, കരുവാറ്റ ശ്രീ വിനായകൻ, കല്ലൂപ്പറമ്പൻ. ഇഞ്ചോടിഞ്ചുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത്. സ്പോർട്സ് ഇനമായി പ്രഖ്യാപിച്ച സംസ്ഥാനതല മേളയാക്കി നടത്തുന്ന വള്ളംകളിക്ക് ഇക്കുറി സർക്കാർ പ്രത്യേക നിയമാവലി തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി മുതൽ നെഹ്റു ട്രോഫി വള്ളംകളി ഈ ഇനത്തിലെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പാണ്. അതുകൊണ്ട് തന്നെ വീറും വാശിയുമേറും പട്ടാറയാണ് ഇത്തവണ മുന്നിൽ. പട്ടാറ കഴിഞ്ഞ വർഷത്തെ പരാജയത്തിന് പ്രതികാരം വീട്ടും എന്ന് ശബ്ദം ചെയ്തുകൊണ്ട് ടൗൺ ബോട്ട് ക്ലബ് വളരെ ആവേശത്തോട് തുഴയുന്ന പട്ടാറ ചുണ്ടന് പിന്നിലായിട്ട് ശ്രീ ഗണേഷ്, കരുവാറ്റ, കല്ലൂപ്പറമ്പൻ എന്നീ വള്ളങ്ങളും തുഴഞ്ഞു വരുവാണ്. കാണികൾ ആവേശത്തിമിർപ്പിലാണ്. പട്ടാറയാണോ, ശ്രീ ഗണേശനാണോ, കരുവാറ്റയാണോ, കല്ലൂപ്പറമ്പനാണോ ജയിക്കുന്നതെന്ന്
അറിയാനായിട്ട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ മുന്നിൽ പട്ടാറ ചുണ്ടനുണ്ട്. പട്ടാറയും ശ്രീവിനായകനും ശ്രീഗണേശനും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. പട്ടാറ 7-ാം നമ്പർ വള്ളം പട്ടാറ തന്നെ മുന്നിൽ. പക്ഷേ ഒപ്പത്തിനൊപ്പമുള്ള ഒരു പോരാട്ടമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതെ, 7-ാം നമ്പർ കുഞ്ഞുമോൾ മേലുവള്ളി ക്യാപ്റ്റനായിട്ടുള്ള ടൗൺ ബോട്ട് ക്ലബ് കുമരകം തുഴയുന്ന പട്ടാറ ചുണ്ടൻ. അതെ, പട്ടാറ ചുണ്ടൻ തന്നെ തങ്ങൾ ഇത്തവണ നെഹ്റു ട്രോഫിയുമായിട്ട് പുന്നമടയിൽ നിന്ന് പോകൂവെന്ന് വാശി പിടിക്കുന്ന പട്ടാറ ചുണ്ടൻ 4-ാം ഹീറ്റ്സിൽ ഒന്നാമതായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. പട്ടാറ ചുണ്ടൻ കുഞ്ഞുമോൻ മേലുവള്ളി ക്യാപ്റ്റനായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള കുമരകം ടൗൺ ബോട്ട് ക്ലബ് തുഴയുന്ന പട്ടാറ ചുണ്ടൻ. 1-ാം ട്രാക്കിൽ തുഴഞ്ഞ പട്ടാറ ചുണ്ടൻ ഇതാ റീപ്ലേ കാണുക. പട്ടാറ ചുണ്ടൻ വളരെ ആവേശകരമായ രീതിയിൽ ഫിനിഷിംഗ് പോയിന്റ് കിടക്കുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ മോണിറ്ററിൽ കാണുന്നത്. രണ്ടാമതായി വരുന്നത് നമ്പർ 1 ശ്രീ ഗണേഷ്, സുനിൽ ജേക്കബ് ക്യാപ്റ്റനായിട്ടുള്ള തുഴഞ്ഞ ശ്രീ ഗണേഷ്. വള്ളങ്ങളുടെ ഫൈനൽ മത്സരം ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞു. 1-ാമത്തെ ട്രാക്കിൽ ചെറുതന, 2-ാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ, 3-ാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ, 4-ാമത്തെ ട്രാക്കിൽ പട്ടാറ. സിരകളിൽ തീപിടിക്കുന്ന ഉദ്വേഗജനകമായ കാഴ്ച. 1-ാമത്തെ ട്രാക്കിൽ ചെറുതന, 2-ാമത്തെ ട്രാക്കിൽ പായിപ്പാടൻ, 3-ാമത്തെ ട്രാക്കിൽ കാരിച്ചാൽ, 4-ാമത്തെ ട്രാക്കിൽ ഈ ജനതയുടെ പ്രതീക്ഷമായി ഭാഗ്യ നമ്പറുള്ള പട്ടാറ. 3-ാം നമ്പരാണോ, 7-ാം നമ്പരാണോ, 15-ാം നമ്പരാണോ, 8-ാം നമ്പരാണോ, നമ്പറുകളുടെ ഭാഗ്യമല്ല, ആരുടെ കരുത്താണ് നെഹ്റു ട്രോഫിയിൽ മുത്തമിടാൻ പോകുന്നത് അത് തെളിയിക്കുന്നതിനുള്ള ഉദ്വേഗജനമായ നിമിഷങ്ങളാണ് ഇപ്പോൾ ഈ കുട്ടനാട്ടിലുള്ളത്. മാന്യ ജലോത്സവ പ്രേമികളെ, ഇത് കുട്ടനാടിന്റെ ജലമാവാങ്കം എന്ന് പറയുമ്പോൾ അവിടെ ഏതർത്ഥത്തിലും ഏത് നിമിഷത്തിലും ഒരു നിമിഷത്തിന്റെ അല്പ തന്മാത്രയിൽ പോലും ആവേശത്തുള്ളികൾ വാരിവിതരാൻ കരുത്തുള്ള ചുണ്ടന്മാരാണ് ഇവിടെ മത്സരിക്കുന്നത്. 56ാമത് ജലോത്സവത്തിൽ പങ്കെടുത്ത് ചാച്ചാജിയുടെ പേരിലുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പേരിലുള്ള ട്രോഫി ആര് മുത്തമിടും, അതിനു വേണ്ടിയിട്ടുള്ള കുതിപ്പ് തുടങ്ങിക്കഴിഞ്ഞു. 1-ാമത്തെ ഹീറ്റ്സിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ചെറുതനയാണോ, അതോ 2-ാം ട്രാക്കിലൂടെ വരുന്ന 15-ാം നമ്പർ വള്ളമായ 2-ാമത് ഹീറ്റ്സിൽ 1-ാം സ്ഥാനം നേടിയ പായിപ്പാടോ, അതോ 3-ാമത്തെ ട്രാക്കിൽ 7-ാം നമ്പറായി 4-ാമത്തെ ഹീറ്റ്സിൽ 1-ാം സ്ഥാനത്തെത്തിയ പട്ടാറ ചുണ്ടനോ, 4-ാം ട്രാക്കിൽ 3-ാം നമ്പർ വള്ളമായി 3-ാമത്തെ ഹീറ്റ്സിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ കാരിച്ചാലോ? ഏത് വള്ളമാണ് ഈ ആവേശം, ഈ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അതിന് എല്ലാവിധ മാറ്റും ചുരത്തി കൊടുക്കുന്നത് ഏത് വള്ളമെന്ന് പറയാൻ ആർക്കും സാധ്യമല്ല. പിറവി തൊട്ടൊരു നീണ്ട കിനാവ് കണ്ടതാണ് ഈ നാടിനെ ഞാൻ. എന്നാലും എനിക്കുണ്ട് പുതിയ പുതിയ കാഴ്ചകൾ. ഈ ചുണ്ടന്റെ പുറകെ കരക്കാരും എത്തിത്തുടങ്ങി. ഇനി ആവേശം അലയടിക്കുന്ന ഓരോ നിമിഷവും 4 ചുണ്ടന്മാര്, ചെറുതന, പായിപ്പാട്, പട്ടാറ, കാരിച്ചാൽ എന്ന് കേൾക്കുമ്പോൾ ജലപ്പരപ്പുകളിൽ സൃഷ്ടിച്ചിട്ടുള്ള ആ തരംഗാവലി 12 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ടിട്ടുള്ള കാരിച്ചാൽ എന്ന് കേൾക്കുമ്പോഴേ ഓളപ്പരപ്പ് ൊരു വല്ലാത്ത കുളിരാണ്. പിന്നെയുണ്ടല്ലോ പട്ടാറച്ചുണ്ടൻ, മുഹമ്മ കരക്കാരുടെ ആവേശമായി എത്തിയ പട്ടാറച്ചുണ്ടൻ. അച്ഛന്റെയും അമ്മയുടെയും അനുസ്മരണാർത്ഥം മകൻ പണിതിറക്കിയ പട്ടാറച്ചുണ്ടൻ ജോസ് പട്ടാരയുടെ വള്ളമാണത്. അത് അങ്ങനെ 3-ാമത്തെ ട്രാക്കിൽ 7-ാം നമ്പർ വള്ളമായി എത്തുമ്പോൾ പായിപ്പാട്, ആ പായിപ്പാടിന്റെ കഥ നേരത്തെ കണ്ടതാണ്. ആ കുതിപ്പ് എന്തായിരുന്നു, ആ വരവ്, ഉള്ളിൽ നിറച്ച വികാരവുമായി കണ്ണിമ കൂട്ടാതെ കാത്തിരിക്കുന്ന ജനകോടികളുടെ ഒരു ഹൃദയ തടാകത്തിലേക്കായിരിക്കും ഈ ചുണ്ടന്മാർ തുഴഞ്ഞു കയറുന്നത്. വല്ലാത്തൊരു ഈമ്പിളക്കൽ ഇവിടെ പറ്റില്ല, കരുതിക്കൂട്ടില്ല, തയ്യാറെടുപ്പില്ലെങ്കിൽ ഒന്നിനും പറ്റില്ല. കാത്തിരിക്കുന്നുണ്ട്, കഥ പറയാനല്ല, പുതിയ ചരിതം കുറിക്കാൻ. ആവർത്തിച്ച് നേടി വിജയം തന്നെ മതിയാകും, പോരും പെരുമയും ഞങ്ങൾക്ക് ഉറപ്പിക്കാൻ. ഇത് പറയുമ്പോഴെത്തുന്നു വള്ളങ്ങളുടെ കുതിപ്പ് കണ്ടില്ലേ, 3-ാം നമ്പറായി എത്തുന്ന കാരിച്ചാൽ. അതെ, ജനമനസ്സുകൾ മുഴുവൻ പറയുന്നത് കാരിച്ചാൽ എന്ന് തന്നെ. ആ കാരിച്ചാലാണ് ആ കുതിപ്പ് തുടരുന്നത്. കരുത്തരായ കരിവീട്ടി കടഞ്ഞെടുത്ത അങ്ങനെ ഇത് പറയുമ്പോൾ 56ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ കാരിച്ചാൽ ചുണ്ടൻ ഒരിക്കൽ കൂടി തങ്ങളുടെ ശക്തി, ഒരിക്കൽ കൂടി തങ്ങളുടെ ആർജവം അങ്ങനെ അറിയിച്ചിരിക്കുകയാണ്. 2-ഉം 4-ഉം സ്ഥാനത്തുള്ള വള്ളങ്ങൾ ഏതെന്ന് നമുക്ക് അതിന്റെ റീപ്ലേ കണ്ട് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. കാരിച്ചാൽ ആ പെരുമ ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഓളപ്പരപ്പുകളിൽ